Good afternoon, everyone. Recorded. Good afternoon, ma'am. Good afternoon. Good afternoon, ma'am. Okay, start here, Namga. Yeah, start with prayer. ഹൃദയരാഗതന്ത്രിമീട്ടി സ്നേഹഗീതമേകിയും കർമ്മഭൂമി തളിരിടുന്ന വർണ്ണമേകിയും നമ്മിൽ വാഴുമാതിനാമം ഇന്നു വാഴ്ത്തിടാം. ഞങ്ങൾ പാടുമീ സ്വരങ്ങൾ കീർത്തനങ്ങളാകണേ. ചൂടുവെക്കുമീ പദങ്ങൾ നൃത്തലോലമാകണേ. കുഞ്ഞു വീടിനുൾക്കളങ്ങൾ സ്വർഗമാകണേ. അമ്മ നൽകുമുമ്മ പോലും അമൃതമാകണേ. പൂർണ്ണമീ ചരാചരങ്ങൾ ഗുരുവരങ്ങളാകണേ. ഹൃദയരാഗതന്ത്രിമീട്ടി സ്നേഹഗീതമേകിയും. Good afternoon. Thought for the day. ഇന്നലെ ഗാന്ധി ജയന്തി ആയിരുന്നു. ഏവർക്കും ബിലേറ്റഡ് ഗാന്ധി ജയന്തി ആശംസകൾ അറിയിച്ചുകൊള്ളുകയാണ്. ആദ്യം തന്നെ ഗാന്ധിജിയെക്കുറിച്ച് വള്ളത്തോൾ നാരായണ മേനോൻ രചിച്ച എൻ്റെ ഗുരുനാഥൻ എന്ന കവിതയുടെ ആദ്യത്തെ 4 വരികൾ ചൊല്ലിക്കൊണ്ട് ഞാൻ ഇന്നത്തെ തോട്ട് പറയാം. ലോകമേ തറവാട്, ലോകമേ തറവാട്, തനിക്ക് ഈ ചെടികളും പുൽകളും പുഴുക്കളും കൂടിത്തൻ കുടുംബക്കാർ. ത്യാഗമെന്നതേ നേട്ടം, താഴ്മതാനുന്നതി, യോഗവിത്തേവം ജയിക്കുന്നിതൻ ഗുരുനാഥൻ. മഹാത്മജിയുടെ ഓർമ്മയ്ക്ക് മുമ്പിൽ പ്രണാമം അർപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ തന്നെ ഉദ്ധരണി ഞാനിവിടെ പറയുകയാണ്. യു മസ്റ്റ് ബി ദ ചേഞ്ച് യു വാണ്ട് ടു സീ ഇൻ ദ വേൾഡ്. നമ്മൾ തന്നെ ആയിരിക്കണം ഈ ലോകത്ത് എന്ത് മാറ്റം നമ്മൾ ആഗ്രഹിക്കുന്നതോ ആ മാറ്റത്തിന്റെ തുടക്കം നമ്മളിൽ നിന്ന് തന്നെ ആവണം. താങ്ക് യു. ഹാവ് എ ഗുഡ് ഡേ. Good afternoon, Miss. Good afternoon, everyone. I am welcome Ashwati, Miss, and my dear friends. Welcome to our Montessori class. I am very happy to see you on her and ready to learn together. Thank you. Have a nice day. Okay, then how are you all? Yeah, okay. Fine, ma'am. Fine. Okay. എന്താ എപ്പോഴും ചോദിക്കുന്ന ചോദ്യം തന്നെ, എന്റെ ക്ലാസ്സിലല്ല, പകരം കഴിയുന്നതാണ്. പിന്നെന്താ? അതെ മിസ്, ഞാനും പെട്ടെന്ന് വിചാരിച്ചു മിസ്സിന്റെ ക്ലാസ് അല്ലല്ലോ മിസ്, എന്താ പെട്ടെന്ന് ഇപ്പൊ കേറിയപ്പോഴേ എനിക്ക് മാറിപ്പോയെന്ന് വിചാരിച്ചു കേറിയത്. ശരിയെന്ന് പെട്ടെന്ന് കയറിയതാണ് കേട്ടോ. ഇപ്പൊ എന്താ ക്ലാസ്സിലേക്ക് പോവാം? ആക്റ്റീവ് ആണോ? എന്തൊക്കെ വിശേഷം? വെക്കേഷൻ ഒക്കെ കഴിഞ്ഞു അല്ലെ? ചെറിയൊരു വെക്കേഷൻ ഒക്കെ കഴിഞ്ഞു. സുഖാണ്, കുഴപ്പമൊന്നുമില്ല, അങ്ങനെ പോകുന്നുണ്ട്. ഓക്കെ, ഇന്നത്തെ 3 ദിവസം, 3 കുറച്ച് ദിവസം കിട്ടിയല്ലോ. എന്ത് ചെയ്തു? ചുമ്മാ ഇരുന്നോ? ബിസി ആയിരുന്നല്ലേ? മക്കളൊക്കെ ആയിട്ട് ബിസി ആയിരുന്നു. ഇന്നലെ സ്കൂളിൽ പോയോ? മക്കളൊക്കെ സ്കൂളിൽ പോയോ? സിനിമയൊക്കെ കാണാൻ പോയി മാം. സിനിമ കാണാൻ പോയി. ഓക്കെ.
പിന്നെന്താണ്? പറയൂ, നിങ്ങളൊക്കെ പറയൂ ചുമ്മാ. നിങ്ങളൊന്നും ഞാൻ സംസാരിക്കാറില്ലല്ലോ. ഇതൊക്കെയാണ് പിന്നെ. പറയൂ, മക്കളൊക്കെ പോയോ? സ്കൂളിൽ പോയോ? യെസ് മാം. ഇല്ല മാം, Yes, മക്കള് ma'am. പോയിട്ടില്ല. കുറച്ചവർക്ക് മടിയാവല്ലേ? എന്റെ മോൾക്ക് മടിയാണെന്ന് തോന്നുന്നു. ഓക്കെ, പിന്നെന്താ? പോയി. പോയി. പേരും പോയി, കുറച്ച് പേര് പോയിട്ടില്ല. ഓക്കെ, വളരെ ബുദ്ധി പോയി. പിന്നെന്താ? ഇന്ന് ക്ലാസ് എടുക്കണോ? കുറച്ച് നോട്ട്സ് എഴുതണോ? അല്ലെങ്കിൽ ചുമ്മാ വർത്താനം പറഞ്ഞേക്കണോ? എന്ത് വേണം? അറിയൂ. ക്ലാസ് എടുത്തിരുന്നു. വെറുതെ വർത്താനം പറഞ്ഞിരിക്കും. വെറുതെ വർത്താനം പറഞ്ഞിരിക്കാം. ഇത്രയൊക്കെയാണ്. വർത്താനം പറയുന്നു. വർത്താനം പറയാം, സംസാരിച്ചിരിക്കാം മാം. സംസാരിച്ചിരിക്കാം. നല്ല പിള്ളേരാണ്. വർത്താനം പറയാം മാം. വർത്താനം പറയും. മാത്രമേ ഫസ്റ്റ് ഉള്ളൂ. അപ്പൊ ചുമ്മാ വർത്താനം പറയാം. എന്തൊക്കെയാണ്? പിന്നെന്താണ് നിങ്ങളുടെ ഏറ്റവും വലിയൊരു അംബീഷൻ എന്താ? അറിയോ? അതിനെ കുറിച്ച് നമുക്ക് സംസാരിക്കാം. ഇപ്പൊ ടീച്ചർ ആവാന്നുള്ളത് തന്നെയാണ്. ടീച്ചർ ആകണം അല്ലെ? ടീച്ചർ ആകണം എന്ന് പറയുമ്പോൾ ചുമ്മാ ടീച്ചർ ആകുന്നതാണോ, അല്ലെങ്കിൽ പിള്ളേർക്ക് ഇഷ്ടപ്പെടുന്ന ടീച്ചർ ആണെന്നാണോ? പിള്ളേർക്ക് ഇഷ്ടപ്പെടുന്ന ടീച്ചർ ആവണം. പിള്ളേർക്ക് ഇഷ്ടപ്പെടുന്ന ടീച്ചറാണ്. ഓക്കെ, അപ്പോ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. ടീച്ചിങ്ങിന്റെ മെറിറ്റ്സും ഡീമെറിറ്റ്സും ഒക്കെ ഒന്ന് പറയാമോ? ആസ് എ ടീച്ചർ എന്ന നിലയിൽ നമുക്ക് എന്തൊക്കെയാണ് വേണ്ടത്, എന്തൊക്കെ പാടില്ല എന്നൊക്കെ അറിയാലോ. എന്തൊക്കെയാണ് പറയൂ. പാർഷ്വാലിറ്റി പാടില്ല. പിന്നെ ക്ഷമ. ക്ഷമ വേണം. പിന്നെന്താ? നല്ല ഫ്രണ്ട്ലി ആയിരിക്കണം. ഫ്രണ്ട്ലി ആയി. അപ് ടു ഡേറ്റ് ആയിരിക്കണം മാം. അവർക്ക് എന്ത് കാര്യം നമ്മുടെ അടുത്ത് വന്ന് പറയാൻ പറ്റണം. കാരണം നമ്മുടെ അമ്മമാര് മക്കളെ വിശ്വസിച്ചേൽപ്പിക്കുന്ന കൈകളാണ് ടീച്ചേഴ്സിന്റെ, അല്ലെ? പ്രത്യേകിച്ച് നിങ്ങൾ മോണ്ടിസോറി ടീച്ചേഴ്സ് ആകുമ്പോ കുഞ്ഞു മക്കളാണ്, അല്ലെ? ഓ, നമ്മുടെ മക്കളെ സ്കൂളിൽ കൊണ്ടു ചേർക്കുമ്പോ എങ്ങനെയാണ്? ടീച്ചർമാരെ വിശ്വസിച്ചാണ്. അപ്പൊ മക്കൾക്ക് എന്താകണം? അമ്മയാവണം അല്ലേ? അമ്മമാരാകണം അല്ലെ? നല്ല കെയറിങ് കൊടുക്കണം. അമ്മമാരാകുമ്പോ എല്ലാം വേണം. കെയറിങ് വേണം, കുറച്ച് ചീത്തയും പറയണം, അല്ലെ? ക്രിറ്റിസൈസ് ചെയ്യണം, കെയർ ചെയ്യണം, ഇതൊക്കെ വേണം. തല്ലും തലോടലും വേണം മിസ്സേ. അതാണ് ടീച്ചർ മദർ ആവണം മാം. അതെ, ടീച്ചർ അമ്മ എന്നൊക്കെ പറയുന്ന പോലെ, അല്ലെ? പക്ഷെ സ്കൂളിൽ ഇപ്പൊ തല്ലാൻ പാടില്ല, അങ്ങനെയുണ്ട്. കെ ജി സെക്ഷനിൽ സ്റ്റിക്കിന്റെ ആ മോഡലിൽ വരുന്ന ഒരു സ്കെയില് പോലും നമുക്ക് യൂസ് ചെയ്യാൻ പാടില്ല. ചെറിയ സ്കെയിലാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. മാം, മോനൊരു അനുഭവം ഉണ്ടായി. മോന് ഹിന്ദി കുറച്ച് മാർക്ക് കുറഞ്ഞു പാസേജിലൊക്കെ. അപ്പൊ ടീച്ചറുണ്ട് അടിച്ചു മോനെ. മീൻസ് ആള് ടോപ്പറൊക്കെയാണ്, എങ്കിലും ഹിന്ദിയിൽ ടീച്ചർ വിചാരിച്ച മാർക്ക് മോന് കിട്ടിയില്ല വെച്ചിട്ട് ടീച്ചർ മോനെ അടിച്ചു. അപ്പൊ മോനത് ഫീൽ ചെയ്തു വല്ലാതെ. തോറ്റ കുട്ടികളെ ഒന്നും അടിക്കാതെ മോനെ മാത്രം അടിച്ചു. നല്ലോണം പഠിക്കുന്ന കുട്ടി എന്തിനാ അതൊക്കെ തെറ്റിച്ച് എന്നുള്ളൊരു രീതിയിൽ നമ്മളത് ആദ്യം കംപ്ലൈന്റ് ചെയ്യണ്ടെന്ന് വിചാരിച്ചു. പിന്നെ നമ്മളത് എന്തായാലും മോൻ വല്ലാതെ കരഞ്ഞു, ഫീൽ ചെയ്തു. അപ്പൊ പറയാം എന്നുള്ളൊരു ഉദ്ദേശത്തിൽ കംപ്ലൈന്റ് പറഞ്ഞപ്പോ ടീച്ചർ വാക്ക് മാറ്റി, ഞാൻ അടിച്ചിട്ടില്ലാന്ന്. അപ്പൊ ആകെ കുടുങ്ങിയിട്ട് ഇരിക്കണം മാം, അതിന്റെ കൺക്ലൂഷൻ ആയില്ല. അപ്പൊ ടീച്ചേഴ്സ് ഇങ്ങനെ നുണ പറയുന്നതും ഒരു ശരിയാവില്ല. മീൻസ് ടീച്ചർക്ക് ബോൾഡായിട്ട് പറയായിരുന്നു അടിച്ചിട്ടുണ്ടെങ്കിൽ അടിച്ചു എന്ന്. അല്ലെങ്കിൽ അത്രയും കെയറിങ് ആയതുകൊണ്ടാണ് ഞാൻ അടിച്ചു എന്നുള്ളതും ടീച്ചർ പറഞ്ഞില്ല. ടീച്ചർ വാക്ക് മാറ്റിയ ഉണ്ടായത്. അപ്പൊ അങ്ങനെ ഒരു അനുഭവം. കുട്ടികൾ എന്തെങ്കിലും കള്ളം പറയില്ല, അതൊന്നും ഈ പ്രായത്തിൽ ഒരിക്കലും കള്ളം പറയില്ല. എന്താ പറയാ,
അപ്പോ നമുക്ക് തന്നെ അറിയാം ഇപ്പൊ ടീച്ചേഴ്സിന് എന്തൊക്കെ വേണം എന്തൊക്കെ വേണ്ടാന്നിപ്പോ നമുക്ക് ഏകദേശം ഒരു ഐഡിയ ഉണ്ട് അല്ലെ. നമ്മുടെ ക്ലാസ്സിൽ ഇപ്പൊ അത്യാവശ്യം സ്റ്റുഡൻസ് ഉണ്ട്, എല്ലാവരും ആ രീതിയിൽ ടീച്ചർ ആകണം. ഓക്കെ, ഇതെല്ലാം നമുക്ക് പഠിക്കേണ്ടതാണ്. ഇനിയിപ്പോ ഒരു 1 ഇയർ കോഴ്സ്, അതിലൂടെ നിങ്ങൾ എല്ലാ കാര്യങ്ങളും പഠിക്കും. ഇങ്ങനെയൊക്കെയാണ് നിങ്ങൾ കുറെയൊക്കെ മനസ്സിലാക്കുന്നുണ്ടല്ലോ. നിങ്ങൾക്ക് തന്നെ നിങ്ങൾ മുന്നിലൂടെ ഒരുപാട് ടീച്ചേഴ്സ് പോകുന്നുണ്ട് അല്ലെ. ഓ, ഞാൻ ഉൾപ്പെടെ നിങ്ങളെ കുറച്ച് ടീച്ചേഴ്സ് പഠിപ്പിക്കുന്നുണ്ട്. നിങ്ങൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കാറ് ഒന്ന് ആലോചിച്ച് നോക്കിയേ. നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ നോട്ട് ചെയ്യാറുണ്ട് അല്ലേ? ഉണ്ട്. മനസ്സിലാകുന്നുണ്ട്. മിസ് വേറൊരു പ്രശ്നമുണ്ട്. നമ്മളിപ്പോ സ്കൂളിൽ പഠിപ്പിക്കാൻ പോകുമ്പം നമ്മള് ഈ പ്രൈവറ്റ് സ്കൂളുകളിലൊക്കെ പഠിപ്പിക്കാൻ പോയി കഴിയുമ്പം അവിടെ ടീച്ചേഴ്സിന് അങ്ങനെ വലിയൊരു വിലയൊന്നുമില്ല. അതായത് നമുക്ക് പേരൻസിന്റെ മുന്നിൽ, അതായത് ഞാനാണെങ്കിൽ 1-ാം ക്ലാസ്സിൽ ഇതുപോലെ പഠിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു സമയത്ത് നമുക്ക് എക്സാം ഉണ്ടല്ലോ, ഓണത്തിന്റെ എക്സാം നടന്നുകൊണ്ടിരുന്ന സമയത്ത് നമുക്ക് 10 മുതൽ 12 വരെയാണ് ടൈം പറഞ്ഞേക്കുന്നത്. ഈ പിള്ളേരൊക്കെ എന്ന് പറഞ്ഞാൽ അതിലൊരു കൊച്ച്, അതിലൊരു കുട്ടിയെന്ന് പറഞ്ഞാൽ നല്ലതായിട്ട് പഠിക്കും, ക്ലാസ്സിൽ പഠിക്കുന്നതാണ്. അപ്പൊ അതിന്റെ പേരൻസ് എന്ന് പറഞ്ഞാൽ ഇതിനെ എപ്പോഴും ക്ലാസ്സിൽ ഫസ്റ്റ് മേടിക്കണം, നീ ആയിരിക്കണം, നീ മാത്രമായിരിക്കണം ഫസ്റ്റ്, അങ്ങനെയുള്ള ഒരു കൊച്ചിനെ പേടിച്ചാണ് അതിനെ വളർത്തിക്കൊണ്ട് വരുന്നത്. അപ്പം ഇതാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നോക്കിയിരിക്കുക, ഈ ഓരോ പിള്ളേർക്ക് ഉത്തരം പറഞ്ഞു കൊടുക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പൊ നമ്മളിത് ശ്രദ്ധിച്ചിട്ട് എഴുത് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അങ്ങനെ അത് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കില്ല. നമുക്ക് 12 മണിയാകുമ്പോഴത്തേക്ക് നമ്മൾ പേപ്പർ വായിക്കണം. എന്നിട്ട് കൊച്ചു കുട്ടികളല്ലേ എന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ച് സമയം കൂടെ കൊടുക്കും. അങ്ങനെ ഞാൻ പേപ്പറൊക്കെ വാങ്ങിച്ചു. ഒരു 1-1.5 ആയി കഴിഞ്ഞപ്പോ ഇപ്പൊ ഇത് സ്കൂൾ ബസ്സിലെങ്ങാണ്ട് പോയിട്ട്, അപ്പൊ അടുത്തെവിടെ ആണെന്ന് എനിക്ക് അറിയത്തില്ല, പോയിട്ട് കുറെ കഴിഞ്ഞ ഒരു 1-1.5 ആയപ്പോഴത്തേക്ക് ഇവരുടെ അമ്മയൊക്കെ ആയിട്ട് വരുന്നു. എന്റെ മോളെ മാത്രം ടീച്ചർ പരീക്ഷ കൂടുതൽ സമയം കൊടുത്തില്ലെന്നും പറഞ്ഞുകൊണ്ട്. നമ്മള് ഒരാൾക്ക് വേണ്ടി മാത്രം നമുക്ക് അങ്ങനെ പറ്റത്തില്ലല്ലോ. നമുക്കൊരു സമയം പറഞ്ഞിട്ടുണ്ട്, അത് സ്കൂളിൽ നമുക്ക് പറഞ്ഞേക്കുന്ന ഇത്ര സമയത്തിനുള്ളിൽ മേടിക്കണം എന്നുള്ളതാണ്, പേപ്പർ മേടിക്കണം എന്നുള്ളത്. ഇത് നമ്മളെ ഓഫീസിലോട്ട് വിളിച്ചു വരുത്തിയിട്ട് അവരുടെ മുന്നിൽ വെച്ച് നമ്മളെ, ഈ പ്രിൻസിപ്പളൊക്കെ തന്നെ നമ്മളെ കൂടെ ഷൗട്ട് ചെയ്യുന്ന രീതിയിലാണ് നമ്മളെ സംസാരിക്കുന്നത്. അപ്പൊ ഇവരുടെ മുന്നിൽ നമുക്കൊരു വിലയില്ലാത്ത ഒരു അവസ്ഥ. ഞാനൊക്കെ നിന്ന് വിറയ്ക്കുവാ, എന്തോ പറയണോ, ഞാനുള്ള കാര്യം പറയുന്നുണ്ട്, പറഞ്ഞാൽ പോലും നമ്മളെ ഒരിതില്ലാത്ത രീതിയിലാണ് ഇവർ പറയുന്നത്. അത് കഴിഞ്ഞ് പേരൻസ് അങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മളെ വിളിച്ചിട്ട് പറഞ്ഞ്, ടീച്ചറെ ക്ഷമിക്കണം, നമുക്ക് ഇങ്ങനെയൊക്കെ പറ്റത്തുള്ളൂ പേരൻസിന്റെ മുന്നിൽ നിന്ന്. പക്ഷെ നമ്മൾ ആ ഒരു കുറച്ച് സമയം കൊണ്ട് നമ്മൾ അവരുടെ മുന്നിൽ നമ്മൾ ഒന്നും അല്ലാത്ത ഒരാളായിട്ട് മാറി എന്നുള്ളത്. ആ അത്രയും സമയം നമ്മൾ അനുഭവിച്ച ടെൻഷൻ നമുക്ക് മാത്രമേ അറിയത്തുള്ളൂ. ഇങ്ങനെയും സ്കൂളുകളിൽ നടക്കുന്നുണ്ട്. പ്രൈവറ്റ് ആകുമ്പോ അവർക്ക് സ്റ്റുഡൻസ് ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. ടീച്ചർ പോയ അടുത്ത ടീച്ചർ വരും, പക്ഷെ സ്റ്റുഡൻസ് അങ്ങനെയല്ലോ. എനിക്ക് അങ്ങനെ തന്നെ തോന്നി. സ്റ്റുഡൻസിനാണ് അവിടെ ഇമ്പോർട്ടന്റ്, മനസ്സിലായ? അല്ലെങ്കിൽ ആ ടീച്ചർ വേറെ കിട്ടുമല്ലോ. ഒരു ബാഡ് വേർഡ് വന്നു കഴിഞ്ഞാൽ അവിടെ മനസ്സിലായ, മറ്റുള്ളവരുടെ മാനസികാവസ്ഥ അവിടെ പാരന്റ്സ് ആണ് മനസ്സിലാക്കേണ്ടത്. കറക്റ്റ് ടൈമിന്റെ കാര്യം, അത് പഞ്ച്വാലിറ്റി ഒക്കെ പാരന്റ്സ് അല്ലേ. മാത്രമല്ല മാം, അത് മാത്രമല്ല കേൾക്കുന്നില്ല കേട്ടോ. ഇപ്പോ നമ്മള് ടീച്ചേഴ്സ് ആണ് ഓക്കെ, അതിൽ കൂടുതൽ നമ്മളൊരു പേഴ്സൺ ആണല്ലോ അല്ലെ. നമുക്ക് ഓരോ സിറ്റുവേഷൻ കറക്റ്റ് ചെയ്യാൻ റീനയാണോ? ഓക്കെ, റീന കേൾക്കുന്നില്ല കേട്ടോ, റേഞ്ച് ചെക്ക് ചെയ്യാം. ഓക്കെ, ഇപ്പോ ഞാൻ പറയുന്ന വെച്ചാല് നമുക്ക് ഒരുപാട് സിറ്റുവേഷൻസ് നമുക്ക് ഹാൻഡിൽ ചെയ്യേണ്ടി വരും. ആസ് എ ടീച്ചർ ആണെങ്കിലും ആസ് എ പേഴ്സൺ ആണെങ്കിലും അങ്ങനെ തന്നെയാണല്ലേ. ലൈഫ് മുന്നോട്ട് പോകണമെങ്കിൽ ഒരുപാട് ഇഷ്യൂസ് ആണെങ്കിലും സിറ്റുവേഷൻസ് ആണെങ്കിലും ഹാൻഡിൽ ചെയ്യണം. സോ എന്തൊരു സിറ്റുവേഷൻ വന്നാലും എന്തൊരു പ്രോബ്ലം വന്നാലും നമ്മള് ആ ഒരു ബുദ്ധിപരമായ രീതിയിൽ ഹാൻഡിൽ ചെയ്യാൻ പഠിക്കാം. ഓക്കെ, മനസ്സിലായോ? നമുക്ക് പെട്ടെന്ന് ഒരു ഒറ്റബുദ്ധി എന്നൊക്കെ പറയില്ലേ, ഒരിക്കലും അങ്ങനെ ഒന്നും ചെയ്യാൻ പാടില്ലട്ടോ. അത് ടീച്ചർ ആണെങ്കിലും ശരി, ആസ് എ ഒരു ഹ്യൂമൻ ബീയിങ് ആണെങ്കിലും ശരി, നമ്മ ഒന്നോ രണ്ടോ വട്ടം ആലോചിക്കുക. ഓക്കെ, പെട്ടെന്ന് ഒന്ന് റേസ് ചെയ്ത് സംസാരിക്കാൻ ഒരിക്കലും അങ്ങനെ പാടില്ല. സിറ്റുവേഷനെ വളരെ മെച്ചുവേർഡ് ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പഠിക്കുക. നിങ്ങൾ ഓരോരുത്തരോടും പറയാനുള്ളൊരു കാര്യമാണ്, ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യമാണ്. ഓക്കെ,
അത് എന്റെ എക്സ്പീരിയൻസിലൂടെ പറയാണ്. നമുക്ക് പല നമ്മൾ ഒരുപാട് ഇപ്പൊ ഇപ്പൊ ഇവിടെ പഠിപ്പിക്കുന്ന ടീച്ചർ എന്ന നിലയിൽ ഒരുപാട് കാര്യങ്ങൾ ഞങ്ങളും ഫേസ് ചെയ്യുന്നുണ്ട്. മീൻസ് സ്റ്റുഡൻസിന്റെ ഭാഗത്തു നിന്നാണെങ്കിലും. സോ എനിക്ക് അതിൽ നിന്ന് മനസ്സിലാവുന്ന ഒരു കാര്യം, നിങ്ങൾക്ക് 1 year കോഴ്സ് ഒരു മോണ്ടിസോറി കോഴ്സ് പഠിച്ചത് കൊണ്ട് ആ ഒരു മെച്യൂരിറ്റി മീൻസ് സിറ്റുവേഷനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റണം എന്നില്ല. മനസ്സിലായോ? ടീച്ചർ എന്ന നിലയിലല്ല ഞാൻ പറയുന്നത്, ആസ് എ പേഴ്സൺ ഒരു വ്യക്തി എങ്ങനെ ആയിരിക്കണം, അല്ലെ? ഒരു വ്യക്തി എങ്ങനെ ഒരു സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യണം, മനസ്സിലായോ? ആ രീതിയിൽ എപ്പോഴും അത് ഹാൻഡിൽ ചെയ്യാൻ പഠിക്കുക ഓരോരുത്തരും. കാരണം നിങ്ങൾക്ക് കുട്ടികളെ മാത്രമല്ല നിങ്ങൾ നോക്കേണ്ടത്, പാരന്റ്സിനെയും കൂടെ നമ്മൾ അതിലൂടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്, അല്ലെ? അവർ എന്തൊക്കെയാണ് പറയാ, സംസാരിക്കുക. ചിലപ്പോൾ കുട്ടികളുടെ രീതിയിൽ ഇപ്പൊ പറഞ്ഞ പോലെ പല സിറ്റുവേഷൻസ് വരും. അന്നേരം നമ്മുടെ ഭാഗം നമ്മൾ സ്ട്രോങ് ആയിട്ട് നിൽക്കാനും അതിനെതിരെ സംസാരിക്കാനും റേസ് ആയിട്ടല്ല, അത് മനസ്സിലാക്കാം. ഓക്കെ, നമുക്ക് ദേഷ്യപ്പെട്ട് സംസാരിക്കാൻ എളുപ്പമാണ്, പക്ഷെ ഒരു പ്രശ്നം അത് നല്ല രീതിയിൽ സോൾവ് ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പൊ ആ രീതിയിൽ സംസാരിക്കാനുള്ള ധൈര്യവും തന്റെയിടവും ആ ഒരു പക്വതയും നമ്മൾ ആ ടൈമിൽ ഏത് ടൈമിലാണെങ്കിലും കാണിക്കാം. ഓക്കെ, ഇമ്പോർട്ടന്റ് ഫാക്ടർ ആണ് കേട്ടോ. അത് വിട്ടുപോകരുത്, ഇപ്പോഴും നമുക്ക് ലൈഫിൽ അത് ഓർമ്മ വേണം. ഓക്കെ, അതുകൊണ്ട് കുട്ടികളെ പഠിക്കുമ്പോൾ നിങ്ങൾ പഠിപ്പിക്കാൻ പോകുന്നതാണല്ലോ, ടീച്ചേഴ്സ് ആണ്. സോ നല്ലൊരു പേഴ്സണാലിറ്റി ആക്കാൻ നോക്കുക, നല്ലൊരു പേഴ്സൺ ആകണം. നമുക്ക് വിദ്യാഭ്യാസം അതെ ഇമ്പോർട്ടന്റ് ആണ്, അതിന് മേലെ നമ്മൾ നല്ലൊരു ഹ്യൂമൻ ബീയിങ് ആണോ എന്നാണ് അറിയേണ്ടത്, അല്ലെ? എഡ്യൂക്കേഷൻ നമുക്ക് എളുപ്പമാണ്, നമ്മൾ വളരെ തോറും നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കും. ഇപ്പൊ എന്റെ മോളെ ഞാൻ കോഴ്സ് ചെയ്യാറില്ല, അവള് പഠിക്കുന്ന സമയത്ത് അവള് പഠിച്ചോളൂ. ഓക്കെ, ഇപ്പൊ ഇവൻ നമ്മളും അങ്ങനെ തന്നെയാണ്, നമ്മളെ കുഞ്ഞിൽ ആരെ കോഴ്സ് ചെയ്തിട്ടല്ല നമ്മൾ പഠിപ്പിച്ചത്, പക്ഷെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. അതിന്റെ കൂടെ നമ്മൾ എന്തെല്ലാം ഒരുപാട് കാര്യങ്ങൾ പുറത്ത് എങ്ങനെ ബിഹേവ് ചെയ്യണം, ഏറ്റവും ഇമ്പോർട്ടന്റ് നമ്മുടെ ആളോട് നമ്മൾ എങ്ങനെ ബിഹേവ് ചെയ്യണം, ഇതൊക്കെ നമ്മൾ പഠിപ്പിക്കേണ്ട ഒന്നാണ്, അല്ലെ? ടീച്ചിങ്ങിലൂടെ തന്നെ കുട്ടികൾ ഏറ്റവും കൂടുതൽ കാണുന്നത് ടീച്ചേഴ്സിനെയാണ്, പാരന്റ്സിനേക്കാളും കൂടുതൽ ടീച്ചേഴ്സിനോടാണ് അവർ ഇന്ററാക്ട് ചെയ്യുന്നത്. സോ ടീച്ചേഴ്സ് ചെയ്യേണ്ടത് ഇത്രയും നല്ല നല്ല കാര്യങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കുക, അല്ലെ? അപ്പൊ അതൊക്കെ നമ്മളെ കൊണ്ട് ചെയ്യാവുന്ന കാര്യങ്ങളാണ്. അതും പഠിപ്പിക്കുക മാത്രമല്ല, നമ്മളെ കണ്ടു പഠിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ അത് ഫോളോ ചെയ്യണം. ഓക്കെ, ക്ലിയർ ആണോ? നമുക്ക് ഇൻസ്റ്റിറ്റ്യൂഷൻ ആണെങ്കിലും പല കാര്യങ്ങളൊക്കെ വരുമ്പോ കുട്ടികളെ പെട്ടെന്ന് റേസ് ചെയ്ത് സംസാരിക്കും. അപ്പൊ ഞാൻ ആലോചിക്കുന്ന ഒരു കാര്യമാണ് കേട്ടോ, അത് ചെയ്യേണ്ട പിന്നീടായിരിക്കും. ഇപ്പൊ റേസ് ചെയ്ത് സംസാരിച്ചു വിചാരിക്കും, ദേഷ്യപ്പെട്ട് സംസാരിച്ചു കഴിഞ്ഞു, ഓപ്പോസിറ്റ് നിന്നൊക്കെ ആള് ചിലപ്പോ ഒന്നും വിളിയുണ്ടാവില്ല. ഇപ്പൊ എന്നോടൊരാള് ഒരു സ്റ്റുഡന്റ് ദേഷ്യപ്പെട്ട് സംസാരിച്ചെന്ന് വിചാരിക്കും, എന്തെങ്കിലും ഒരു പ്രശ്നത്തിലായിരിക്കാം. സോ ഒന്ന് പിന്നീട് സിറ്റുവേഷൻ എല്ലാം കഴിഞ്ഞു, ആ ഒരു സംഭവം കഴിഞ്ഞെന്ന് വിചാരിക്കും. ശേഷം ഒന്ന് ആ കുട്ടി ഒന്ന് ആലോചിച്ചപ്പോഴാണ് മിസ്റ്റേക്ക് ആ കുട്ടിയുടെ ഭാഗത്തായിരുന്നു എന്ന് ചിന്തിക്കാൻ. ഓക്കെ, പിന്നീട് എന്നോട് വന്ന് സോറി പറഞ്ഞുകൊണ്ടായോ, സോറി പറഞ്ഞു, ഓക്കെ, ഇത് കുട്ടി മനസ്സിലാക്കി, സോറി പറഞ്ഞു, അക്സെപ്റ്റ് ചെയ്യാം. പക്ഷേ പറഞ്ഞ ആള് ഇപ്പൊ പറഞ്ഞവരുള്ളിൽ നിന്ന് പോയാൽ കേട്ടവരുള്ളിൽ നിന്ന് പോകുമെന്ന് തോന്നുന്നുണ്ടോ നിങ്ങൾക്ക്? ഞാൻ നിങ്ങളെ ഒരുപാട് ചീത്ത പറയും, ഒരുപാട് ചീത്ത. ഒരു ക്ലാസ്സിൽ ഞാൻ വന്ന് നിങ്ങൾ ഒരുപാട് ചീത്ത പറഞ്ഞു വിചാരിക്കും, ഒരു ആവശ്യമില്ലാണ്ട് ചീത്ത പറയാണ്. പിന്നീട് എനിക്ക് മനസ്സിലായോ അത്രയും ചീത്ത പറയണ്ടായിരുന്നു, ഞാൻ ചെയ്തത് മണ്ടത്തരാണ്, എനിക്ക് ബോധ്യപ്പെട്ടിട്ട് ഞാൻ നിങ്ങളോട് ഒന്ന് പറയാണ്, സോറി എന്ന് പറയാണ്. നിങ്ങൾ പിന്നീട് നിങ്ങൾ പഴയ എന്നെ എങ്ങനെയാണ് അക്സെപ്റ്റ് ചെയ്ത് അതേപോലെ നിങ്ങൾക്ക് പിന്നീട് എന്നെ കാണാൻ പറ്റുമോ? ഇല്ല. ഓക്കെ, അതാണ് പറഞ്ഞവരുടെ ഉള്ളിൽ നിന്ന് വാക്ക് പോയാലും കേട്ടവരുടെ ഉള്ളിൽ നിന്ന് ആ വാക്കുകൾ ഒരിക്കലും മറക്കാൻ പറ്റില്ല, ഒരിക്കലും മായമില്ല. ആ ഒരു കുട്ടിയെ നമുക്ക് ഒരു കുട്ടിയെ നമുക്കൊരു ഇമാജിൻ ഉണ്ടായിരുന്നല്ലോ, ആ കുട്ടി എങ്ങനെയാണ്, നമ്മുടെ ഉള്ളിൽ എങ്ങനെയാണ്, ആ ഒരു ഇമേജ് ചെയ്യും. അതാണ് വാക്കിന് അത്രയും മൂർച്ചയുണ്ടെന്ന് പറയുന്നത്. അപ്പൊ എന്ത് ഇഷ്യൂസ് വന്നാലും ലൈഫിൽ ഏറ്റവും വലുതാണ്, ഫാമിലി ഇഷ്യൂസ് ആകാം, അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലാവാം, എവിടെയും വർക്കിങ്ങിലാണ്, എവിടെയും വന്നാലും നമ്മളൊരു പേഴ്സണാലിറ്റി ഉണ്ട്, അല്ലെ? നമ്മൾ എങ്ങനെയാണ്, അപ്പൊ അത് വിട്ട് ഒരിക്കലും കളിക്കാൻ പാടില്ല. ഓക്കെ, എപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യമാണ് ഞാനിപ്പോ ഈ പറഞ്ഞ കാര്യം, മറക്കാൻ പാടില്ല. ഓക്കെ, ക്ലിയർ? ലൈഫിൽ നിന്ന് ഞാൻ പഠിച്ച ഒരുപാട് കാര്യങ്ങളാണ്. നമുക്ക് ഓരോന്നും ഓരോ എക്സ്പീരിയൻസ് ആണ് ലൈഫിൽ. ഓരോ വ്യക്തികളെ നിങ്ങൾ മീറ്റ് ചെയ്യുന്നുണ്ടെങ്കിലും അതെല്ലാം എന്താണ്, ഓരോ ലെസൺസ് ആണ്. അത് മനസ്സിലാക്കണം കേട്ടോ. എത്രയോ വ്യക്തികൾ നമ്മുടെ ലൈഫിൽ വന്നു പോയിട്ടുണ്ട്, അല്ലെ? ഇപ്പൊ ഈ മോണ്ടിസോറി കോഴ്സ് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് അല്ലേ? ഓരോ ടീച്ചേഴ്സ് പറയുന്ന ഓരോ കാര്യങ്ങളും നിങ്ങളുടെ ലൈഫിൽ എത്രത്തോളം നിങ്ങളത് അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്, അല്ലെ?
ഇപ്പൊ ഞാൻ പറയുന്ന കാര്യങ്ങളാണെങ്കിലും ഓരോ ടീച്ചേഴ്സ് വന്ന് ഒരുപാട് കാര്യങ്ങൾ നമ്മളോട് സംസാരിക്കുന്നുണ്ട്. അവരെല്ലാവരും അവരുടെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നതാണ്. പക്ഷെ അതെല്ലാം നിങ്ങൾക്ക് എന്താണ് ഒരു മോട്ടിവേഷൻ ആകാം മേ ബി, അല്ലെ? സോ എല്ലാ വ്യക്തികളും നിങ്ങളുടെ ലൈഫിൽ വന്നു പോയിട്ടുള്ള ഓരോ വ്യക്തികളും ഓരോ പാഠങ്ങളാണ്, അത് നെഗറ്റീവായിട്ടും പോസിറ്റീവായിട്ടും. ഓക്കെ, സോ അങ്ങനെ മനസ്സിലാക്കുക. എപ്പോഴും പോസിറ്റീവായിട്ട് ചിന്തിക്കുക. നെഗറ്റീവ്സ് ഒന്നും നമ്മുടെ ലൈഫിലേ വേണ്ട. നമുക്ക് നെഗറ്റീവ്സ് ആലോചിച്ചുകൊണ്ട് ഒന്നും കിട്ടാനില്ല. ഓക്കെ, ലിവ് ഇൻ പ്രസന്റ്. ഇപ്പോ എങ്ങനെയാണോ അതിൽ ജീവിക്കുക. പാസ്റ്റോ ഫ്യൂച്ചറോ ഒന്നുമല്ല. ഫ്യൂച്ചർ വേണം നമ്മൾ ആഗ്രഹിക്കുക, മാനിഫെസ്റ്റ് ചെയ്യുക. പക്ഷെ എക്സ്പെക്ടേഷൻ പാടില്ല. പ്രതീക്ഷ നമുക്ക് സങ്കടേ തരും. ആഗ്രഹങ്ങൾ അങ്ങനെയല്ല. ആഗ്രഹങ്ങളുടെ പുറകെ പോയി നമ്മൾ ഹാർഡ് വർക്ക് ചെയ്ത് പുറകെ പോയി ആഗ്രഹങ്ങൾ നമുക്ക് കിട്ടും, അച്ചീവ് ചെയ്യാൻ പറ്റും. പക്ഷെ എക്സ്പെക്ടേഷൻ ഭയങ്കര ഡേഞ്ചർ ആണ് കേട്ടോ. ഒരാള് അയാളെ ഒരുപാട് സ്നേഹിക്കണം എന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണെങ്കിൽ അത് കിട്ടിയില്ലെങ്കിൽ അത് പിന്നീട് വിഷമമാണ്, അല്ലെ? ഒരുപാട് മാർക്ക് നിങ്ങൾ എക്സാമിന് പ്രതീക്ഷിച്ചു, കിട്ടിയില്ലെങ്കിൽ അതൊരു വിഷമമാണ്. പക്ഷെ മാർക്ക് കിട്ടാൻ ആഗ്രഹിച്ച് പഠിക്കുകയാണെങ്കിലോ കിട്ടും. അതാണ് എക്സ്പെക്ടേഷനും വിഷസും തമ്മിലുള്ള വ്യത്യാസം. മനസ്സിലായോ? അത് പഠിക്കാം. പക്ഷെ നമുക്ക് എല്ലാവർക്കും ഉള്ളത് എന്താണ്? ആഗ്രഹമാണോ പ്രതീക്ഷയാണോ? ആലോചിച്ച് ആഗ്രഹം ഏറ്റവും കൂടുതൽ നിൽക്കുന്നത് പ്രതീക്ഷയാണ്. ആഗ്രഹം കുറച്ച് കുറവാ. സമ്മതിച്ചല്ല പക്ഷെ ആരും. എനിക്ക് ആഗ്രഹമുണ്ട്, അതൊന്നും നടക്കാണ്ടിരിക്കുമ്പോ ഭയങ്കര വിഷമമുണ്ട്. ഇനിയിപ്പോ എല്ലാം ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ അതിന് കുറെ പോണം. നമ്മള് ഹാർഡ് വർക്ക് എല്ലാം നേടിയെടുക്കണം. ആഗ്രഹിച്ചുകൊണ്ട് മാത്രം കാര്യമില്ല, എല്ലാം നേടിയെടുക്കാൻ ശ്രമിക്കണം. ഒരു ബുക്ക് എടുത്തിട്ടോ നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിങ്ങൾക്ക് എന്തൊക്കെ ഗോൾസ് അച്ചീവ് ചെയ്യണം എഴുതി വെക്കുക. എന്നിട്ട് അതിന്റെ പുറകെ പോയിട്ട് ഓരോന്ന് ഗോൾസ് അച്ചീവ് ചെയ്യുമ്പോൾ ടിക്കിട്ട് പോവാ. നമ്മള് മാനിഫെസ്റ്റേഷൻ എന്ന് പറയും. മാനിഫെസ്റ്റ് ചെയ്യാം. മനസ്സിലായോ? മാനിഫെസ്റ്റേഷൻ ഭയങ്കര പവർഫുൾ ആണ് കേട്ടോ. അത് പറയുകയാണെങ്കിൽ ഇപ്പൊ ഒരു സംഭവം നടന്നു. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങളിപ്പോ കുട്ടികളുടെ മുന്നിൽ പോയി ടീച്ചറായിട്ട് ജോലി ചെയ്യുന്നത് ടീച്ചിങ് ആണ്, സ്കൂളിൽ പഠിപ്പിക്കുന്നു, ഒക്കെ ഇതായിട്ട് നിങ്ങൾ ഇപ്പോ നടക്കുന്നതായിട്ട് നിങ്ങൾ ഇമാജിൻ ചെയ്യുക. അത് ഒരു ദിവസം നടക്കും, ഷുവറാണ്. എക്സ്പീരിയൻസ് ആണ് കേട്ടോ. ഞാനും അങ്ങനെ ചുമ്മാ, പക്ഷെ അന്നൊന്നും എനിക്ക് മാനിഫെസ്റ്റേഷൻ ഒന്നും അറിയില്ലായിരുന്നു. പക്ഷെ ഞാൻ ഇങ്ങനെ ചുമ്മാ ആണെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുമല്ലോ, അങ്ങനെ ഒരു ദിവസം വരാൻ നമ്മൾ ചുമ്മാ ഇങ്ങനെ ആഗ്രഹിക്കും. ഇതൊക്കെയാണ് കേട്ടോ. പക്ഷെ അങ്ങനെയൊക്കെ കുറെയൊക്കെയാണ് ഞാൻ നിങ്ങളുടെ മുന്നിലൊക്കെ വന്നിരിക്കുന്നത്. അപ്പൊ എനിക്ക് ഭയങ്കര വിശ്വാസമാണ്. ആഗ്രഹിക്കുക. നെഗറ്റീവ്സ് ആലോചിക്കുന്നത് അതങ്ങനെ പോസിറ്റീവ്സ് ആണെങ്കിൽ നെഗറ്റീവ്സ് ആണെങ്കിൽ നമ്മൾ ആലോചിക്കുന്നത് നടക്കുന്ന. അപ്പൊ നെഗറ്റീവ്സ് നമ്മൾ ആലോചിച്ചോണ്ടിരുന്നാലും അത് സംഭവിക്കും. മനസ്സിലായോ? മാനിഫെസ്റ്റേഷനിൽ പോസിറ്റീവ്സ് മാത്രമല്ല നെഗറ്റീവ്സ് സംഭവിക്കാറുണ്ട്. പോസിറ്റീവായിട്ട് ചിന്തിക്കുക. ക്ലിയർ? ഞാൻ ഫുൾ ടൈം ഉപദേശമാണോ? ഉപദേശമായിട്ടൊക്കെ തോന്നുന്നുണ്ടോ? എനിക്കറിയില്ല. കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചുമ്മാ പറയും. ബോറടിക്കോ? ബോറടിച്ചാലും നിങ്ങൾ ഇല്ലെന്നല്ലേ പറയൂ. എനിക്കുണ്ടെന്ന് പറയണോ കേട്ടോ. എനിക്ക് ഓപ്പൺ ആയിട്ട് സംസാരിക്കുന്നത് ഇഷ്ടം. ഇപ്പൊ എന്തില്ലെങ്കിൽ എപ്പോ അതൊക്കെ ബോറിംഗ് ആണെങ്കിൽ ആണെന്ന് നമ്മൾ മുഖത്തോട്ട് തന്നെ പറയണം. ഓക്കെ മിസ് ബോറിംഗ് ആണ് മിസ് പറയണം. ആ ഒരു ധൈര്യം കാണിക്കണം. ഓക്കെ, നോ പറയണമെങ്കിൽ നോ പറയണം, മിസ് പറഞ്ഞ ടെസ്റ്റും പറയണം. അതിനുള്ള ധൈര്യം നമുക്ക് വേണം. ഓക്കെ, അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് ലൈഫ് ഹാപ്പി ആണെന്നേ അങ്ങനെ പറയാൻ പഠിക്കണം. ബുദ്ധിമുട്ടാണെങ്കിലും പഠിക്കാം. പിന്നെ ഇതൊക്കെ പറയാൻ കാരണം എനിക്ക് പറയാൻ നിങ്ങളല്ലേ ഉള്ളൂ, അല്ലെ? എന്നെ കേൾക്കാനും പറയാനൊക്കെ എനിക്ക് നിങ്ങളൊക്കെയാണോ ഉള്ളത്. സോ എന്റെ ചെറിയ വാക്കുകൾ കൊണ്ട് നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുന്നുണ്ടെങ്കിൽ അതെനിക്ക് ഭയങ്കര സന്തോഷമുള്ളതല്ലേ. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ഇംഗ്ലീഷും പഠിപ്പിക്കാം, കൂട്ടത്തിൽ കുറച്ച് കാര്യങ്ങളൊക്കെ അറിയണ്ടേ, അല്ലെ? സബ്ജക്ട് വൈസ് മാത്രം പഠിച്ചിട്ട് കാര്യമുണ്ടോ? പഠിപ്പിച്ചിട്ട് കാര്യമുണ്ടോ? അല്ലെ? സബ്ജക്റ്റിന് മാത്രമേ അറിയുള്ളൂ, ഈ ലോകകാര്യങ്ങളൊന്നും അറിയില്ല എന്ന് പറഞ്ഞ എന്തു പണ്ടത്തരാണല്ലേ. അപ്പൊ നമ്മുടെ ചുറ്റുള്ളത് അറിയണം. പല പല കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരാളാണ് അല്ലെ ഉമാൻസ് എന്ന് പറയുന്നത്. അറ്റ് ടൈം നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. മൾട്ടി ടാലന്റഡ് ആണ്, മൾട്ടി വർക്കർ ആണെന്നൊക്കെ പറയുന്നത് ശരിയല്ലേ? ഇപ്പൊ നിങ്ങൾ ക്ലാസ് കേട്ടോണ്ടിരിക്കുന്ന സമയത്ത് എന്തെല്ലാം കാര്യങ്ങൾ ചിന്തിക്കുന്നുണ്ട്, എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. നമ്മുടെ
നമ്മുടെ കയ്യിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പൊ എന്നെ മാത്രം ശ്രദ്ധിക്കാറ്, നിങ്ങൾ ഇപ്പൊ എന്തൊക്കെയാ ആലോചിച്ചിട്ടുണ്ടാവും? ഒരുപാട് കാര്യങ്ങൾ ആലോചിച്ചിട്ടുണ്ട്. ഞാൻ പറയുന്ന ഓരോ വാക്കുകളാണെങ്കിലും ഇപ്പൊ ഓരോ സിറ്റുവേഷൻസ് ആലോചിക്കുന്നുണ്ട്. ഞാൻ അങ്ങനെയൊക്കെ ആയിരുന്നു എന്നൊക്കെ ചിന്തിക്കുന്നുണ്ട്. ഇതാണ് നമ്മള് ഇപ്പൊ അത്രയും ടാലന്റഡ് ആണ് നമ്മൾ. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അച്ചീവ് ചെയ്യാൻ പറ്റും. ലൈഫിൽ എപ്പോഴും ഇങ്ങനെ ഇരിക്കേണ്ടവരല്ല, അച്ചീവ് ചെയ്യണം. ഓരോ ഗോൾസും അച്ചീവ് ചെയ്ത് മുന്നോട്ട് പോകണം. ഓക്കെ, ലൈഫ് എപ്പോഴും ഹാപ്പി ആയിട്ട്. അതിന് നമ്മൾ ആദ്യം ഹാപ്പി ആവും. നമ്മൾ സന്തോഷിക്കുമ്പോഴാണ് നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാർ സന്തോഷിക്കുക. ഓക്കെ, പരാതിയൊക്കെ പറയാറുണ്ടോ നിങ്ങള്? പരാതി പരിഭവങ്ങൾ ഇതൊക്കെ പറയുന്നവരാണോ? സ്കൂളിലാണെങ്കിലേ ഉള്ളൂ അല്ലേ, ശരിക്കൊന്നുമില്ല. ഓക്കെ, നമ്മള് മറ്റുള്ളവരെ മനസ്സിലാക്കാൻ പഠിക്കുക. ഓക്കെ, നമ്മള് എന്ത് ചെയ്യുന്നോ അതായിരിക്കും നമ്മൾ തിരിച്ചു കിട്ടുക. ദൈവത്തിനോടും പരാതി പറയരുത് കേട്ടോ. ഞാൻ അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ്. ഈ ലൈഫ് തന്നതും ഓരോ കാര്യങ്ങളും മുന്നോട്ട് പോകുന്നതും അല്ലേ. ഇപ്പൊ പരാതി പറയാൻ പാടുണ്ടോ? നന്ദി പറയണം. ഓരോ ദിവസവും ഗ്രാറ്റിറ്റ്യൂഡ് ആണല്ലോ, എത്ര ചെയ്യാം. ഇപ്പൊ നമ്മളെക്കാളും എത്രയോ മോശം അവസ്ഥയിലൂടെ പോകുന്നത് എത്രയോ പേരുണ്ട് ലോകത്ത്, അല്ലെ? ചിന്തിക്കും, ഇപ്പൊ നമ്മൾ എത്രയോ ഭാഗ്യവതികളാണെന്ന് ആലോചിച്ചു. പോസിറ്റീവായിട്ട് ചിന്തിക്കൂ. നെഗറ്റീവായിട്ട് ചിന്തിക്കുമ്പോഴാണ് നമുക്ക് എല്ലാം നെഗറ്റീവായിട്ട് തോന്നുന്നത്. സെയിം ഡയലോഗാണ് എന്റെ ഹസ്ബൻഡ് പറയുന്നത്. ഞാൻ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ പറയും, നിന്നെക്കാളും ഇല്ലാത്ത ലോകത്ത് എത്രയും പേരുണ്ട്. ഇപ്പൊ നിനക്ക് ഇത്രയും സുഖസൗകര്യങ്ങൾ ഇതുപോലും ഇല്ലാത്തവരുണ്ട്, അതുകൊണ്ട് നീ അതിനെ കുറിച്ച് ചിന്തിയിരുന്നു. സെയിം ഡയലോഗാ പറയുന്നത്. അങ്ങനെയാണ് ചിന്തിക്കുന്നത്. ഓ, നമുക്ക് എല്ലാവരും ഒരു വാഹനമാണെന്നോടെ ചിലപ്പോ വീട്, അല്ലെ? ഒരു വീടുണ്ടെങ്കിൽ പക്ഷെ ആ ഒരു വീട് പോലില്ലാത്തൊരു സ്വകാര്യ സ്ഥലമില്ലാത്തൊരു സംഭവമാണ്, അല്ലെ? അപ്പൊ നമ്മള് ഇത് കിട്ടിയത് കൊണ്ട് ഓക്കെ. പിന്നെ നമുക്ക് ഇതൊക്കെ നമ്മള് ഹാർഡ് വർക്ക് ചെയ്യൂ. നമ്മൾ ആത്മാർത്ഥമായിട്ട് പരിശ്രമിച്ചാലും നമുക്കൊന്നും കിട്ടാതായിട്ട് ഒന്നും, അല്ലേ? ഇപ്പൊ മോണ്ടിസോറി ആണെങ്കിൽ നിങ്ങൾ പഠിക്കാതെ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് കിട്ടോ? ദൈവത്തിനോട് പറയുകയാണെങ്കിൽ സർട്ടിഫിക്കറ്റ് വേണം, പാസ്സാകണം എന്ന് പറഞ്ഞുകൊണ്ടിരുന്നാല് പാസ്സാക്കി തരോ? ഇല്ല. നമ്മള് പഠിക്കണ്ടേ? ഒട്ടും പഠിക്കാതെ എക്സാം എഴുതി കഴിഞ്ഞാൽ പാസ്സാകും. അതന്നെ ഇപ്പൊ പ്രശ്നം മിസ്സേ. എന്റെ മോളോടൊന്നും അമ്പലത്തിൽ വരാൻ പറഞ്ഞ മഞ്ഞില്ല. ദൈവം ജയിപ്പിക്കുമെന്ന് കഴിക്കണത്. മനസ്സിലായ? അവർക്ക് എന്താ പറയണ, നമ്മ പഠിക്കേണ്ടത് പഠിക്കണം എന്നല്ല. ഞാൻ പറഞ്ഞ എന്നാ ശരി, നമ്മ ഇപ്പൊ അവർക്ക് എന്താണ് ഇഷ്ടം അതല്ലേ. ആരെയും നമുക്ക് ഫോഴ്സ് ചെയ്തൊന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അപ്പം എന്താ പറയണ, അങ്ങനെയാണ് മോള്. ഇപ്പൊ ഒരു അമ്പലത്തിൽ വരണമെന്ന് പറഞ്ഞാൽ എല്ലാത്തിനും വേണ്ട, വീട്ടിന്റെ ഉള്ളിലോട്ട് ഒതുങ്ങിക്കൊണ്ടിരിക്കണം. അങ്ങനെ ഓരോ വിശ്വാസമാണ് കേട്ടോ. അപ്പൊ അവരതില് ആ രീതിക്ക് കിട്ടാൻ മതി. നമ്മള് ഫോഴ്സ് ചെയ്യാൻ പാടില്ല. എന്നാലും നമ്മളെ അല്ല, എനിക്കിപ്പോ വീട്ടിലിരുത്തിയിട്ട് ഞാൻ മാത്രം പോകുമ്പം എന്റെ ഹസ്ബൻഡ് എന്നോട് വഴക്കടിക്കും. കൊച്ചിനെ വീട്ടിലൊറ്റക്ക് നിർത്തിയിട്ട് പോകണം എന്നൊക്കെ പറഞ്ഞിട്ട്. ഇതേ തൊട്ടടുത്തുള്ള അമ്പലത്തിൽ പോകാൻ പോലും കൊച്ചിനെ വിട്ടിട്ട് പോകരുതെന്നൊക്കെ പറയും. അപ്പൊ ആ സിറ്റുവേഷൻ അവളും കൂടി നോക്കണ്ടേ, മോളും കൂടി നോക്കണ്ടേ? അപ്പൊ കൂടെ വരാൻ പറയും. അമ്പലത്തിൽ കയറണ്ട, ജസ്റ്റ് കൂടെ ഇല്ല, ഞാൻ പറയണ വരില്ല. അതപ്പോ എപ്പോഴും വഴക്കാണ് ഞങ്ങൾ തമ്മില്. ഒരാളെ വിട്ടു കൊടുത്താൽ മതി. ഞാനിപ്പോ നിർബന്ധിക്കണില്ല. ഞാൻ അമ്മയുടെ വീട് അടുത്തുണ്ട്. എന്നാലും അപ്പൊ ചേട്ടൻ എന്നോട് വഴക്കടിക്കും, കൊച്ചിനെ ഇട്ടിട്ട് പോകണം. മനസ്സിലായ? എല്ലാത്തിന്റെ ഇടയിൽ കിടക്കണ മിസ്സേ. എങ്ങനെ പോയാലും വഴക്ക് കേൾക്കും. ഇപ്പൊ ഞാൻ ഇത്ര ആയില്ല, അതുകൊണ്ട് ഇപ്പൊ കൊറേ ആയതുകൊണ്ട് ഇപ്പൊ തട്ടി മുട്ടിയൊക്കെ അങ്ങനെ. ഞാൻ എന്തുണ്ടെങ്കിലും ഞാൻ ചേട്ടനോട് പറയില്ലായിരുന്നു മോളുടെ കാര്യങ്ങള്, വാശി പിടിക്കണ അങ്ങനെ ഇതാക്കണൊക്കെ. പക്ഷെ ഇപ്പൊ ഞാൻ പയ്യെ പറഞ്ഞു തുടങ്ങി. എന്താ വെച്ചാൽ അല്ലെങ്കിൽ ശരിയാവത്തില്ല. ചേട്ടൻ എന്നോട് വഴക്കടിക്കണില്ല ആ സിറ്റുവേഷൻ മനസ്സിലാക്കാണ്ട്. അപ്പൊ മോക്ക് സപ്പോർട്ട് ചെയ്ത് നിന്നപ്പോഴത്തേക്കും പുള്ളിക്കാർ ഒന്നുകൂടി എന്നോട് ഇതാവണം. അപ്പത്തേക്ക് ഞാനപ്പോ പയ്യെ ഇങ്ങനെ നോട്ടറി സൂചിപ്പിച്ചു ചേട്ടനോട് ഇങ്ങനെ പറഞ്ഞു. മോളോട് പറഞ്ഞിട്ട് മോള് റിവെഞ്ചാണ് എന്റെ അടുത്ത്. ഞാൻ പറഞ്ഞു പുള്ളിക്കാരി എല്ലാത്തിനും അത് ഇപ്പോഴത്തെ പ്രായത്തിന്റെ ഒന്നുണ്ട്. ഞാൻ പറയണേ മിസ്സിനോട്,
എന്താ വെച്ചാൽ മിസ് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറയുമ്പോ ശരിക്കും ഇപ്പൊ ഓരോ അനുഭവങ്ങള് ഇപ്പൊ മിസ് പറയുമ്പോ നമുക്ക് ഓരോ അനുഭവങ്ങൾ കറക്റ്റ് ആണ്. ഓരോന്ന് ഞാൻ തിങ്ക് ചെയ്തുകൊണ്ടിരിക്കണേ. ഇങ്ങനെ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ മോളെ കുറിച്ചാണെങ്കിലും ഹസ്ബൻഡിനെ കുറിച്ചാണെങ്കിലും എല്ലാം ഇങ്ങനെ തിങ്ക് ചെയ്തോണ്ടിരിക്കും. അതാ പറഞ്ഞത് ഇപ്പൊ മിസ്സിനോട് അത് പറഞ്ഞത്. നമ്മൾ വിചാരിക്കണ മാത്രം നടക്കണം എന്ന് വിചാരിക്കരുത് ഒരിക്കലും. അവരുടെ ഭാഗത്തുനിന്നും കൂടി ചിന്തിച്ചാലാണ് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. മഞ്ജു കൊറേ ജീവിതാനുഭവം കഴിയുമ്പോ ശരിയാകും. ഇതൊക്കെ താങ്ങാനുള്ള ആരോഗ്യം കൂടി തരണ്ടേ. അറ്റാക്ക് വന്ന് ചാവൂന്ന് പേടിയാവണ്. സത്യം. കൊറേയൊക്കെ മൈൻഡ് ചെയ്യാതെ വിട്ടേക്കാം. കാരണം എല്ലാത്തിനും നമ്മള് വെറുതെ ടെൻഷൻ അടിച്ച് ഇല്ലാതാകുള്ളൂ. കാരണം നമ്മുടെ പാരന്റ്സിനെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റൂല. അപ്പൊ അവര് പിന്നെ ഹസ്ബൻഡ് ആണെങ്കിൽ നമ്മളോടും അവരോടും ഇടയിൽ കിടന്ന് അവരും തിങ്ങിയിരിക്കുള്ളൂ. അപ്പൊ അവർക്ക് പിണങ്ങാനായിട്ട് നമ്മളെ മാത്രമൊക്കെ പിണങ്ങാൻ പറ്റുള്ളൂ. ഇത് കുറെ കിട്ടിയെന്നാണ്, അതുകൊണ്ടാണ് ഈ പറയണത്. പക്ഷെ പിന്നീട് വിചാരിക്കും, പിന്നീടാണ് നമ്മ അറിയുന്നത്. ഇതുകൊണ്ടാണ് അവര് പിണങ്ങാൻ വഴക്ക് പറയുന്നത്. അവർക്ക് നമ്മളെല്ലാം വഴക്ക് പറയാൻ പറ്റുള്ളൂ, അമ്മനെ പറയില്ല. എന്തോരൊന്നും വഴക്കായിട്ടിരിക്കണം. പിള്ളേരുടെ മുമ്പിൽ നമ്മളെ വഴക്കടിക്കുമ്പോ പിള്ളേർക്ക് വില ഉണ്ടാവത്തില്ല. മനസ്സിലാവണ്ട. കുട്ടികളുടെ മുമ്പിൽ ഒരിക്കലും വഴക്കടിക്കുക. ഇതൊന്നും പറഞ്ഞാൽ കേൾക്കത്തില്ല. ഞാൻ പറയണാണ്, പിള്ളേരുടെ മുമ്പിൽ വഴക്കടിക്കുമ്പോ പിള്ളേർക്ക് നമ്മൾ അതേ വിലയില്ല അവർ തന്നെ നമുക്ക്. വീട്ടിന്റെ ഉള്ളിൽ കുറെ കാശൊന്നും ഉണ്ടായിട്ടൊരു കാര്യമില്ല. വീട്ടിന്റെ ഉള്ളിൽ സമാധാനം വേണം. നമ്മള് കുറെ അതപ്പൊ പറഞ്ഞു തീർക്കണം. അല്ലാണ്ട് ഇങ്ങനെ അങ്ങനെ പോവുള്ളൂ എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. മോളോടാണെങ്കിലും ചേട്ടനോടാണെങ്കിലും ഞാൻ പറഞ്ഞു, ചേട്ടന് റെസ്പെക്ട് ചെയ്യാത്തതുകൊണ്ട് മക്കളും റെസ്പെക്ട് തന്നെയില്ല. എന്നാലും അതിപ്പോ ചേട്ടന് ഇത്തിരി മനസ്സിലായിട്ടുണ്ട്. എന്നാലും എന്തെങ്കിലും ചെറിയ കാര്യങ്ങൾ പറഞ്ഞ് എപ്പോ നോക്കിയാലും ചെറിയ ചെറിയ കാര്യങ്ങൾ പറഞ്ഞിട്ട് ഇതാക്കുമ്പോ പിള്ളേര് നോക്കുമ്പോ അമ്മ അച്ഛനും ഏത് നേരവും വഴക്കാണ്. അവർ പിന്നെ അവരുടെ പ്രശ്നങ്ങൾ ആരോട് പോയി പറയും? റെസ്പെക്ട് ചെയ്ത് നമ്മൾ കൊടുക്കുമ്പോ നമുക്ക് തിരിച്ചു ആരെടുക്കാ കൊടുക്കണ്ടേ? ഞാനിപ്പോ റെസ്പെക്ട് അതാദ്യം പറഞ്ഞു. മഞ്ജു അല്ല, നമുക്ക് ഒരാളെയും ന്യായീകരിക്കാൻ പറ്റില്ല. കാരണം ആലോചിച്ച് നോക്കിയേ, രണ്ടുപേരുടെ ഭാഗം തെറ്റുണ്ടാവും. അത് അക്സെപ്റ്റ് ചെയ്ത് അത് മാറ്റി. അതെ ടീച്ചറെ, മിണ്ടാണ്ടിരുന്നിരുന്ന് ഇവിടെ വരെ പോയി. എന്റെ ആയുസ് നീട്ടി കിട്ടുമെന്ന് എനിക്കറിയാൻ പാടില്ല ടീച്ചറെ. എങ്ങനെയെങ്കിലും ഇനി മോണ്ടിസോറി കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് സ്വന്തം കാര്യം നിക്കണം എന്നുള്ളതാണ് എന്റെ ഒരു ഇപ്പോഴത്തെ ഒരു ഇത്. പക്ഷെ ഇപ്പൊ പിള്ളേരൊക്കെ വലുതായല്ല. ഇനിയിപ്പോ നമ്മള് നമ്മുടെ കാര്യങ്ങള് നോക്കി അപ്പൊ ഇത്തിരി വില ഉണ്ടാവും. മനസ്സിലായോ? നമ്മൾ ഈ വീട്ടിലിരിക്കണം എന്നുള്ളതാണ് പിള്ളേരുടെ പ്രശ്നം. ചേട്ടനും അത് തന്നെ പ്രശ്നം. വിടുവോ ഇല്ല. അപ്പൊ നമുക്ക് എവിടെയെങ്കിലും ജോലി കിട്ടാൻ നമ്മള് എന്നിട്ട് തിരിച്ചിങ്ങോട്ട് നമ്മള് എന്തിനാന്ന് ചോദിക്കും. വിടുവോ ഇല്ല. കാശ് ചോദിക്കുമ്പോഴാണെങ്കിലും എന്ത് കാര്യത്തിനാണെങ്കിലും പിള്ളേരുടെ മുമ്പില് അവരുടെ ആവശ്യങ്ങളുള്ളതല്ലേ നമ്മൾ ചെലവാക്കണത്. സിറ്റുവേഷൻ മനസ്സിലാക്കണ്ടേ? പിള്ളേരുടെ മുമ്പ് നോക്കുമ്പോ നേരോ ഈ വഴക്കടി ഒരിക്കലും നന്നാവാൻ പോണൊന്നുമില്ല. അവര് വിചാരിക്കണം നന്നാവണമെന്ന്, ഓപ്പോസിറ്റ് നിൽക്കണവര്. അല്ലെങ്കിൽ ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ഇതിപ്പോ ക്ലാസ് ആയിപ്പോയി. ഞാൻ കുറച്ചുകൂടെ സംസാരിച്ചാൽ നമുക്ക് ഓൺലൈനിൽ പറയാനൊക്കെ ഒരു ലിമിറ്റ് ഉണ്ട്. ഇപ്പൊ പറഞ്ഞില്ലേ അനുഭവങ്ങളില് ആരോ പറഞ്ഞല്ല അത് അഡ്ജസ്റ്റ് ചെയ്ത് പോണം. നമ്മ കൊറേ അഡ്ജസ്റ്റ് ചെയ്യണ്ട്. അഡ്ജസ്റ്റ് ചെയ്തിട്ട് നെല്ലിപ്പിലേക്ക് നിക്കണായിരിക്കും. പക്ഷെ നമുക്ക് ഇപ്പൊ സത്യം പറയാം, ഞാൻ യോഗക്കൊക്കെ പോണോണ്ടാണ് ഞാനിപ്പം നേരത്തെ അങ്ങനെ വിടുവൊന്നുമില്ലായിരുന്നു. പക്ഷെ ഇപ്പൊ ഞാൻ എന്റെ ബോഡി എന്റെ പിന്നെ മക്കളുടെ കൂടെ ആണെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് അവരുടെ കൂടെ ഒക്കെ പോകണമെങ്കിൽ നമ്മൾ അതനുസരിച്ച് നിൽക്കണ്ടേ, അവരുടെ കാര്യങ്ങൾക്കൊക്കെ പോണേ. അങ്ങനെ യോഗക്കൊക്കെ പോണോണ്ടാണ് ഞാനിപ്പോ സത്യം പറഞ്ഞാൽ ജീവിച്ചിരിക്കുന്നത്. എന്ന് വെച്ചാൽ താങ്ങാൻ പറ്റില്ല നമുക്ക്. നമുക്ക് എന്താ, നമ്മൾ ഇതിനു മുമ്പും ഇത് പഠിച്ചിട്ടുള്ളവരല്ലല്ലോ. നമ്മളും ഓരോന്ന് ഇപ്പൊ അനുഭവത്തിലൂടെ ഓരോന്ന് വന്നുകൊണ്ടിരിക്കുന്നവരാണ്. ഒരു കാര്യം പറഞ്ഞാലും മനസ്സിലാക്കാത്തവരുടെ ഞാനിപ്പോ മാറിയിട്ടില്ല, ഭയങ്കരമായിട്ട് മാറിയിട്ടുണ്ട്. ഇപ്പൊ എന്റെ തീരുമാനങ്ങളൊക്കെ ഞാൻ എടുത്തു തുടങ്ങി. ഇപ്പൊ എന്റെ ഫസ്റ്റ് ഇത് മോണ്ടിസോറി കോഴ്സിൽ ചേർന്നത്. സെക്കൻഡ് ഇത് ഇപ്പൊ ഡാൻസ്, ഈ നാള് ഓണത്തിന്റെ ഡാൻസിന്റെ അതൊക്കെ നിർത്തി വെച്ചേക്കണായിരുന്നു. ഡാൻസിന് ചേർന്നു. പിന്നെ എന്താ പറയണേ, അങ്ങനെ ഓരോരോ കാര്യങ്ങൾ. ഇപ്പൊ യോഗ ക്ലാസ്സിൽ അങ്ങനെ യോഗ ക്ലാസ് എടുക്കുന്നുണ്ട്. ഞാൻ അവിടെ പഠിക്കാൻ പോയ ഒരാളാണ്. പക്ഷെ ഇപ്പം ആ സാറില്ലെങ്കിൽ എന്നെ ഏൽപ്പിച്ചിട്ടാ പോണത്. മനസ്സിലായ? അപ്പം എന്താ പറയണ, എല്ലായിടത്തും ഒരു ഇത്. പക്ഷെ ചേട്ടനപ്പൊ അവിടെ പിന്തിരിപ്പിക്കാൻ നോക്കിക്കൊണ്ടിരിക്കണേ എല്ലാത്തിനും. എന്തെങ്കിലും പ്രശ്നം വരുമ്പോ എല്ലാത്തിനും നമ്മളെ അതിന് പോണ കാര്യം പറഞ്ഞിട്ട് വഴക്കടിക്കും. മഞ്ജു ഹസ്ബൻഡ് എന്തെങ്കിലും എവിടെയെങ്കിലും പോവാനൊക്കെ അവര് പോകുമല്ലോ, ഹസ്ബൻഡ് ഫ്രണ്ട്സിനൊക്കെ പോകുമല്ലോ. മഞ്ജുനോട് പറയുകയാണെങ്കിൽ മഞ്ജു വിടാതെ നിൽക്കാറുണ്ടോ? ഞാൻ കാര്യം പറയാം, എന്റെ ചേട്ടൻ എപ്പോഴും ബിസിനസ് എന്ന് പറഞ്ഞാൽ ഇറങ്ങി നടക്കണ ഒരാള്. കുടുംബത്ത് എല്ലാം ഞാൻ നോക്കിക്കോളും. മനസ്സിലായ? എല്ലാം ഞാൻ നോക്കിക്കോളും. പുള്ളിക്കാരൻ ബിസിനസ് എന്ന് പറഞ്ഞ് അങ്ങനെ ഫ്രണ്ട്സിന്റെ കൂടെ ഒന്നും പോകണില്ലാന്ന്.
ആകെ വിശ്വാസം ഉണ്ടല്ലോ. അല്ല നമ്മള് നോക്കുന്നറിയാം, എന്നിട്ടും നമ്മളെ കുറ്റപ്പെടുത്തണാണ് പ്രശ്നം. നമ്മളെല്ലാം ഉണ്ട്. മഞ്ജു നമ്മളല്ലേ ഉള്ളൂ. ഇപ്പൊ മഞ്ജുവിനെ ദേഷ്യപ്പെടാൻ ഹസ്ബൻഡ്, ഹസ്ബൻഡ് ദേഷ്യപ്പെടാൻ മഞ്ജു. അതുകൊണ്ടാണ് പ്രശ്നം. തല്ലുപിടിക്കാത്ത ഹസ്ബൻഡ് വൈഫ് ഉണ്ടോ എന്ന് ആലോചിച്ച് വെക്കുന്നത്. പക്ഷെ നമുക്ക് അയക്കാൻ പറ്റാണല്ലോ ടീച്ചറെ. ഒരു കാര്യമില്ലാണ്ട് ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വല്ല ആവശ്യം ഉണ്ടെങ്കിൽ വഴക്കടിക്കണേ കുഴപ്പമില്ല. ഇപ്പൊ എന്റെ ഫോണ് വെറുതെ ഉള്ളു, അപ്പൊ തന്നെ തിരിച്ചു പിടിക്കും. പക്ഷെ അപ്പോഴുള്ള മനസ്സ് അവര് മനസ്സിലാക്കാനല്ല, ചേട്ടന് മനസ്സിലാവണ്ട എന്റെ മനസ്സിൽ. എന്തുണ്ടെങ്കിലും അപ്പൊ തന്നെ വഴക്കടിച്ച് പോകുന്ന നല്ലതാണ്. വീട്ടിൽ വെച്ചിട്ട് നമുക്കതാണ് കുറച്ചുകൂടെ പ്രശ്നം. ഓപ്പണായിട്ട് തന്നെ പറഞ്ഞത് വഴക്കിട്ട് പോവാണെങ്കിൽ അപ്പൊ അത് മനസ്സിനെ പോയി. അത് ശരിയാ, അന്നന്ന് വഴക്കടിച്ചോണ്ടിരുന്നാ മതിയല്ലോ. നല്ലതാണ്. അങ്ങനെ വഴക്കടിക്കുന്ന രസം. ഒരു ദിവസം വഴക്കടിച്ചില്ലെങ്കിൽ ബുദ്ധിമുട്ടായിരിക്കും. അതെ വഴക്കടിക്കാൻ വേണ്ടി വിളിക്കേണ്ടി വരും. എൻജോയ് ചെയ്യൂ. അല്ല ഞാൻ പറയണേ മിസ്സേ, നമ്മളിപ്പം എന്താ പറയുക, നമ്മളെല്ലാം തരണം ചെയ്ത് പോകണ്ട്. ഇപ്പൊ മക്കളുടെ കാര്യവും അവരുടെ കാര്യമൊക്കെ നമ്മൾ ശരിക്കും ബോധേടാവുണ്ട് അല്ലേ? അങ്ങനെ പറയാം. ഹസ്ബൻഡ് ആണെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഹാൻഡിൽ ചെയ്യുന്നില്ലേ എന്ന് ആലോചിച്ചു. അവിടെയും ടെൻഷൻസ് ഉണ്ടാകും, ഒരുപാട് കാര്യങ്ങൾ നമുക്കത് മഞ്ജുവിനെ അറിയിക്കാറില്ല. എന്നെ അറിയിക്കും. അപ്പൊ രണ്ടുപേരും ഈക്വൽ ആണ് മഞ്ജു. അതെ, അല്ല ഞാൻ പറയണേണ് മിസ്സേ, നമ്മള് ടീച്ചർ ഇപ്പൊ പറഞ്ഞില്ലേ ആഗ്രഹങ്ങൾ പാടില്ലാന്ന്. ഇപ്പം ചേട്ടന് ടീച്ചർ പറഞ്ഞില്ലേ ആഗ്രഹങ്ങൾ പാടില്ല, നമ്മള് നേടിയെടുക്കാനാണ് ശ്രമിക്കുന്നത്. എന്താണ് പ്രതീക്ഷകൾ പാടില്ല എന്നാണ് പറഞ്ഞത്, ആഗ്രഹങ്ങളാണ്. അല്ല പ്രതീക്ഷ. ഇപ്പൊ നമ്മൾ ചേട്ടന് എപ്പോഴും അടുത്ത് വേണമെന്ന് നമ്മ വിചാരിക്കത്തില്ല. പക്ഷെ ആള് വീടുമായിട്ട് ഒരു ഇതുമില്ല, മനസ്സിലായ? മക്കള് അങ്ങനെ ഓപ്പണായിട്ട് സംസാരിക്കാം. ഓക്കെ, ഇപ്പൊ ഒരു കാര്യം എക്സാമ്പിൾ പറയട്ടെ. എനിക്കിപ്പോ ഒരു ചോക്ലേറ്റ് വേണമെന്ന് വിചാരിക്കാം, എക്സാമ്പിൾ ആണ്. ചോക്ലേറ്റ് വേണമെന്ന് ആഗ്രഹിക്കുകയാണ്, ഹസ്ബൻഡ് ചോക്ലേറ്റ് കൊണ്ട് തന്നില്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കുകയാണ്, ചോക്ലേറ്റ് കൊണ്ടെത്തില്ല. ഓട്ടോമാറ്റിക്കാണ് ഇപ്പൊ നമ്മുടെ ബർത്ത്ഡേ വന്നു വിചാരിക്കും. ബർത്ത്ഡേ വന്നു, അത് ഗിഫ്റ്റ് തരുന്നതൊക്കെ നമ്മളിങ്ങനെ പ്രതീക്ഷയ്ക്കിരിക്കും, പക്ഷെ ഒന്നും കിട്ടില്ല. അപ്പൊ ഒരു ദേഷ്യം നമുക്ക് തോന്നും അല്ലേ? അത് നമ്മൾ പ്രതീക്ഷിച്ചത് കൊണ്ടല്ലേ? ആ സമയം പുള്ളിയോട് നമ്മൾ ചിലവര് അറിയാണ്ട് സർപ്രൈസ് ചെയ്യുന്നവരുണ്ട്, ചിലർ പറഞ്ഞിട്ട് ചെയ്യുന്നവരുണ്ട്. ഓരോരോ ക്യാരക്ടേഴ്സ് ആണ്. അപ്പൊ നമ്മുടെ ഹസ്ബൻഡ് എങ്ങനെയാണോ അതുപോലെ നമ്മൾ ബിഹേവ് ചെയ്യാം. എന്തെങ്കിലും പറഞ്ഞിട്ട് ചെയ്യുന്നവരാണെങ്കിൽ ഓക്കെ, നമ്മൾ പറയണം. മനസ്സിലായോ? ഇപ്പൊ എന്റെ കാര്യത്തിലില്ലേ, എന്ത് വേണമെങ്കിലും ഞാൻ ചെയ്തോ ഓക്കെ, ഞാൻ പറയും എന്റെ ബർത്ത്ഡേ ഞാൻ ആഘോഷിക്കും, ചേട്ടനും കൂടെ ഉണ്ടാവും. അങ്ങനെയാണെന്ന് വിചാരിക്കൂ. അല്ല അത് തന്നെ, അങ്ങനെ വിചാരിച്ചോണ്ട് പോണേ മിസ്സേ. നമ്മൾ തന്നെ കണ്ടെത്തുക, അതാണ് മെയിൻ ആയിട്ട് ചെയ്യേണ്ടത്. സന്തോഷിക്കാൻ ശ്രമിക്കാം. അങ്ങനെയല്ല, സന്തോഷിക്കണം മഞ്ജു, അങ്ങനെ വേണം. അപ്പൊ അപ്പുറത്തെ വീട്ടിലെ ജീവിതം വേറെ ആയിരിക്കും, അവർ രണ്ടുപേരും വേറെ വേറെ ക്യാരക്ടേഴ്സ് ആയിരിക്കും. മനസ്സിലായോ? എല്ലാവരും ഒരേപോലെ അല്ല, പല പല ക്യാരക്ടേഴ്സ് ആണ്. എന്റെ സ്വഭാവമായിരിക്കില്ല മഞ്ജുവിനുള്ള, മഞ്ജുവിന്റെ ആയിരിക്കില്ല മറ്റൊരാൾക്കുള്ളത്. ഓരോരോ സ്വഭാവങ്ങളല്ലേ. അപ്പൊ അതൊക്കെ നമ്മൾ മനസ്സിലാക്കി സന്തോഷിച്ച് മുന്നോട്ട് അങ്ങോട്ട് പോവാ, അത്രയേ ഉള്ളൂ. നോക്കാം മിസ്, എന്തായാലും മുന്നോട്ട് പോയേ പറ്റുള്ളൂ. ഓക്കെ ഓക്കെ, കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. ഓക്കെ, അപ്പൊ എന്ത് പ്രോബ്ലം നമ്മുടെ ലൈഫിൽ ഉണ്ടെങ്കിൽ അതിനൊക്കെ ഒരു സൊല്യൂഷൻ ഉണ്ട്. ചിലപ്പോ നിങ്ങളുടെ മിസ്റ്റേക്ക് ആകാം, അവരുടെ മിസ്റ്റേക്ക് ആകാം, നമ്മുടെ മിസ്റ്റേക്ക്. എനിക്ക് തോന്നുന്നേ ഈ കമ്മ്യൂണിക്കേഷന്റെ കുറവുണ്ട്. അതായത് നമ്മൾ വീട് വിട്ടിട്ട് എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് സ്വസ്ഥമായിട്ട് ഒന്നെങ്കിൽ മഞ്ജു ഹസ്ബൻഡ് മാത്രം ഒരു ബീച്ചിലോ അല്ലെങ്കിൽ പാർക്കിലോ അവരവരുടേതായിട്ടുള്ള ദുഃഖങ്ങളും പറയണം, സന്തോഷങ്ങളും പറയണം. ഞാൻ ഇതാ പ്രതീക്ഷിച്ചിരുന്നു, എനിക്കത് കിട്ടിയില്ല. അപ്പൊ ഹസ്ബൻഡ് പറഞ്ഞു എനിക്ക് ആ ടെൻഷൻ കൊണ്ടാണ് ഞാൻ അത് പറഞ്ഞത്. അങ്ങനെ അവരങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് സോൾവ് ചെയ്യേണ്ട നിസ്സാര കാര്യമുള്ളത്. രണ്ടുപേരും സംസാരിക്കുന്ന അതല്ല, അത് ജസ്റ്റ് കുറച്ചൊരു ആഴ്ച ഒരു ദിവസം അല്ലെങ്കിൽ മാസത്തിൽ ഒരു ദിവസം ഇവർക്കല്ലെ ഫാമിലി ആയിട്ട്, അല്ലെങ്കിൽ ഇവർ രണ്ടുപേരും മാത്രം വീടിനടുത്തുള്ള ഏതെങ്കിലും ഒരു സ്ഥലത്ത്, ചിലപ്പോൾ അമ്പലത്തിൽ പോകുന്ന വഴിക്കായിരിക്കും, അവർ അവിടെ ഇരുന്നിട്ടായിരിക്കും, അല്ലെങ്കിൽ ബീച്ചിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും പോയി സംസാരിച്ചാൽ മാത്രം ഒരു ഫ്രീ ആവും, മൈൻഡ് ഫ്രീ ആവുമല്ലോ. അപ്പം തീരാവുന്ന പ്രശ്നമുള്ളൂ. എല്ലാവരും ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഈക്വൽ ആയിട്ട് ചിന്തിക്കുന്നവര് അപൂർവമാണ്. മനസ്സിലായോ? ഒരാള് ഇപ്പൊ നമ്മളെങ്ങനെ ചിന്തിക്കുന്നതിന്റെ ഓപ്പോസിറ്റ് ആയിരിക്കും ഹസ്ബൻഡ്. പക്ഷെ നമ്മളെന്താണ്, നമുക്ക് പറയാനുള്ളത് ഒരു സ്പേസ് കൊടുക്കുക. അപ്പൊ നമുക്ക് പറയാനുള്ള അവര് പറഞ്ഞ് കേൾക്കാനുള്ള സ്പേസ് നമ്മൾ കൊടുക്കണം.
അതിനിടയിൽ ദേഷ്യപ്പെടുക, അതൊക്കെ എളുപ്പമാണ്, ദേഷ്യപ്പെടാനൊക്കെ എളുപ്പമാണ്. പക്ഷെ നല്ല രീതിയിൽ പോകാനാണ് ബുദ്ധിമുട്ട്. അതായത് നമ്മളും കുറെ കാര്യങ്ങൾ സാക്രിഫൈസ് ചെയ്യേണ്ടി വരും അല്ലെ. പക്ഷെ ഞാൻ പറയുന്നത് ഏതൊരു ലൈഫാണ്, നമുക്ക് ലൈഫ് ഇതാണ്. പക്ഷെ നമ്മള് സന്തോഷം കണ്ടെത്തണം അല്ലെ. നമുക്ക് സന്തോഷിക്കണമെങ്കിൽ നമ്മൾ സന്തോഷം കണ്ടെത്തണ്ടേ. എന്തൊക്കെയാണ് മാർഗങ്ങൾ നോക്കുക. മറ്റുള്ളവരെ സന്തോഷിപ്പിച്ചിട്ടാണ് നമുക്ക് സന്തോഷിക്കാൻ പറ്റുമെങ്കിൽ അത് ചെയ്യണം. നമ്മളിപ്പോ വിളിച്ചാ വരണ്ടേ വരുമോ കുറച്ചു നേരം വർത്താനം പറയാ, സ്വന്തം വീട്ടിലിരിക്കാൻ നേരമില്ല, അങ്ങനത്തെ സ്വഭാവം കാണിച്ചുകൊണ്ടിരിക്കണേ. അല്ല ഞാൻ പറയണേ. അപ്പൊ ഇപ്പൊ ഞാൻ വിചാരിച്ചു വേണ്ട, ഞാൻ ആരെ ഇനി ഫോഴ്സ് ചെയ്യാനില്ല, ഞാൻ എന്റെ വഴി. മനസ്സിലായ, ഹസ്ബൻഡ് ഉണ്ട്, മക്കളുണ്ട്, ഞാൻ ജോലിക്ക് വിടുമെന്ന് അറിയില്ല. ഹാപ്പിയാണ്. ഇപ്പൊ ഞാൻ ഇങ്ങനെ ഓരോ കോഴ്സൊക്കെ ചെയ്യുന്നതുകൊണ്ട് ഞാൻ ഹാപ്പിയാണ്. അങ്ങനെ എന്റെ സമയങ്ങൾ പോകണില്ലേ. അല്ലെങ്കിൽ എപ്പോഴും ചേട്ടനെ കുറിച്ച് തിങ്ക് ചെയ്ത് എനിക്ക് ഇവിടെ ആകെ മുടഫായിരിക്കും. പക്ഷെ ഇപ്പൊ ഇങ്ങനെ ഓരോ കോഴ്സൊക്കെ അറ്റൻഡ് ചെയ്യണോണ്ട് കുഴപ്പമില്ല, ഹാപ്പിയാണ്. അങ്ങനെ ഹാപ്പി ആയിട്ടിരിക്കും. ഓക്കെ മിസ്. നമ്മൾക്ക് വേണ്ടി മറ്റുള്ളവരെ നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റില്ല, മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾക്ക് മാറാൻ പറ്റില്ല. സോ ആ വഴിക്ക് നമുക്ക് പോവാം, നമുക്ക് നമ്മൾ ഇഷ്ടപ്പെട്ട രീതിയിൽ മുന്നോട്ട് പോവാം. അതിൽ സന്തോഷം കിട്ടുന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. ഓക്കെ, വേറൊന്നും കാര്യമില്ല. പിന്നെന്താണ് എന്തൊക്കെയുണ്ട് പറയൂ, വേറെ കാര്യങ്ങളൊക്കെ പറയൂ. ഞാൻ പറഞ്ഞ ടോപ്പിക്കും എത്തിയത് വേറെ എവിടെയും എത്തി. പിന്നെന്താ, സബ്ജക്റ്റ് നോളേജ് വേണം മാം. ചിലപ്പോഴൊക്കെ ടീച്ചേഴ്സിന് നമ്മൾ പ്രതീക്ഷിക്കുന്നത്ര നോളേജ് ഇല്ലാത്ത പോലെ തോന്നാറുണ്ട് മാം. നമ്മളെ പഠിപ്പിക്കുന്ന മീൻസ് കുട്ടികളെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിന് അങ്ങനെ ഫീൽ ചെയ്യാറുണ്ട് മാം. ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് ആയിരിക്കും, ടീച്ചേഴ്സ് തന്നെ ഗ്രാമർ ഭയങ്കര കൊളാക്കിയിട്ട് സംസാരിക്കാറ്. അങ്ങനത്തെ ഒക്കെ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാവാറുള്ളത്. ടീച്ചേഴ്സ് ആദ്യം സ്റ്റഡി ആയിട്ട് വേണം കുട്ടികളെ പഠിപ്പിക്കാൻ. പിന്നെ അതിൽ എനിക്കിപ്പോ തോന്നിയൊരു കാര്യമാണ് കേട്ടോ. അപ്പൊ പണ്ടൊക്കെ പഠിച്ച ഒരു സിലബസും ഇപ്പൊ ഇംഗ്ലീഷൊക്കെ നമുക്ക് പണ്ടൊക്കെ അത്രയും ഇമ്പോർട്ടന്റ് ആയിരുന്നില്ല. അന്നത്തെ കാലത്ത് പഠിച്ച ടീച്ചേഴ്സ് ആണ് ഇപ്പം മക്കളെ പഠിപ്പിക്കുന്നത്. മനസ്സിലായോ? ഒരു ഇപ്പൊ പറഞ്ഞ അപ് ടു ഡേറ്റ് ആയിരിക്കണം എന്ന് പറയും. പക്ഷെ അന്നത്തെ ആ ഒരു നോളജ് വെച്ച് ഇപ്പോഴും പഠിപ്പിക്കുന്നവരുണ്ട്. മനസ്സിലായോ? അത് മാറ്റാൻ അവരെ ശ്രദ്ധിക്കണം. പക്ഷെ ഇപ്പൊക്കെ കുറെയൊക്കെ അഡ്വാൻസ്ഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ടീച്ചേഴ്സിനെ റിക്രൂട്ട് ചെയ്യുന്നതാണെങ്കിലും കുറെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഓക്കെ, ഇപ്പൊ പറഞ്ഞത് കറക്റ്റ് പോയിന്റ് ആണ് കേട്ടോ. അപ്പോ പിന്നെന്താ, അപ്പൊ നിങ്ങളൊക്കെ ഇങ്ങനെയൊക്കെ ആവാണ്ട് നോക്കാം. പിന്നെ ഞാൻ പറഞ്ഞ കുറച്ച് കാര്യങ്ങളൊക്കെ മറക്കരുത്. ലൈഫിൽ ഓർമ്മ വേണം. അണ്ടർസ്റ്റാൻഡിങ് ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. മറ്റുള്ളവരെ മനസ്സിലാക്കാൻ പറ്റണം, എന്നാൽ മാത്രമേ അവരെ മനസ്സിലാക്കൂ. ഇവാൻ ചേക്കല്ലാണ് അല്ലെ. നമ്മൾ എന്ത് കൊടുക്കുന്നു അതായിരിക്കും കിട്ടുക നമുക്ക്. നമ്മൾ നന്നായിട്ട് സ്നേഹിച്ചാലും ചിലപ്പോ കിട്ടിയില്ലെന്ന് വരും. പക്ഷെ അത് എക്സ്പെക്ടേഷൻ പാടില്ല. നമ്മൾ കൊടുക്കുക, കിട്ടുമെന്ന് പ്രതീക്ഷ പാടില്ല. അത്രയേ ഉള്ളൂ. അങ്ങനെ പ്രതീക്ഷിക്കുമ്പോൾ ഭയങ്കര വിഷമമാണ്. ഇപ്പൊ നമ്മുടെ ഹസ്ബൻഡ് ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. ഇപ്പോ നമ്മളെല്ലാ കാര്യങ്ങളും ഓവർ കെയറിങ് ആണ് അല്ലെ. ഓവറായിട്ട് കെയറിങ് ചെയ്യണല്ലേ. നമ്മൾ അങ്ങനെയാണ് പൊതുവെ, ഓവർ കെയറിങ് ആണ്. സോ അതേപോലെ നമുക്കും കിട്ടണമെന്നില്ല അല്ലെ. കിട്ടണമെന്ന് ആഗ്രഹിച്ചാലും പ്രതീക്ഷിച്ചാലും നമുക്ക് തന്നെ നമ്മൾ സങ്കടപ്പെടുന്നേ. ശരിയല്ലേ? നമ്മൾ പ്രതീക്ഷിക്കണ്ട. നമ്മൾ അങ്ങനെയാണ് ഒരാളെ സ്നേഹിക്കുക. പക്ഷെ അത് നമ്മൾക്ക് കിട്ടണമെന്നില്ലല്ലോ. ചിലപ്പോ കിട്ടാതിരിക്കാം. ഏറ്റവും നല്ല നമ്മൾ പ്രതീക്ഷിക്കാതിരിക്കുന്നതല്ലേ. പ്രതീക്ഷിക്കാതിരിക്കുമ്പോ കൂടുതൽ കിട്ടിയാലും കുറഞ്ഞാലും നമുക്ക് ഒരു കുഴപ്പമില്ല. നമ്മൾ ആ ഒരു ലെവലിൽ തന്നെ പോകും. മനസ്സിലായോ? ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? അത് ഏത് രീതിയിൽ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ഏത് പ്രൊഫഷണലാണെങ്കിലും ഫാമിലിയിലാണെങ്കിലും ഒക്കെ നടക്കുന്ന കാര്യങ്ങളാണ് അല്ലെ. നിങ്ങൾക്കൊരു ജോലിക്ക് പോയാലും ഒരുപാട് ഇഷ്യൂസ് ഉണ്ടാവും അവിടെ. അപ്പൊ അതെല്ലാം നമ്മൾ ഈ രീതിയിൽ തന്നെ മൈൻഡ് റിലാക്സ് ചെയ്ത് ആലോചിച്ച് സൊല്യൂഷനെ കണ്ടെത്താം. ഓക്കെ, ക്ലിയർ? പിന്നെന്താണ്, ആർക്കെങ്കിലും പറയാനുണ്ടോ? നിങ്ങളൊന്നും പറയാനില്ലേ? ഞാൻ പറയുന്നത് മിസ്റ്റേക്ക് ഉണ്ടോ? അല്ലെങ്കിൽ എന്നെ കറക്റ്റ് ചെയ്യാട്ടോ. ഞാൻ പറയുന്ന എല്ലാം കറക്റ്റ് ആവണമെന്നില്ല. ഞാനും നിങ്ങളൊക്കെ പോലെയൊക്കെ തന്നെയാണ്. എനിക്ക് ഒരുപാട് എക്സ്പീരിയൻസ് ഒന്നുമില്ല. ഓക്കെ, പ്രായം കൊണ്ടാണെങ്കിലും എനിക്ക് എക്സ്പീരിയൻസ് ഉണ്ടെന്ന് പറയാൻ പറ്റില്ല. സോ ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ എന്നെയും നിങ്ങൾക്ക് കറക്റ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഞാൻ ആക്സെപ്റ്റ് ചെയ്യും.
അതായത് അതായത് ഇപ്പൊ ഞാനൊരു വിദ്യാലയത്തിൽ പഠിപ്പിക്കുന്നതുകൊണ്ട് ഒത്തിരി പാരന്റ്സിനെ ഞങ്ങൾ കാണുന്നുണ്ട്. ഞങ്ങള് എന്താ പറയണ ആദ്യമൊക്കെ നമ്മുടെ ദുഃഖമാണ് ഏറ്റവും വലിയ ദുഃഖം എന്ന് കരുതി നമ്മള് ഭയങ്കര കഷ്ടപ്പാടിരുന്നു. പക്ഷെ ഓരോ പ്രശ്നങ്ങളും നമ്മുടെ മുമ്പിലോട്ട് വന്നുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പൊ നമ്മൾ അനുഭവിച്ചതോ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതൊക്കെ ഒന്നുമല്ല. വർഷങ്ങൾക്ക് ശേഷമായിരിക്കും നമ്മള് ഇതിന്റെയൊക്കെ ഫലം നമ്മൾ അനുഭവിക്കാൻ പോകുന്നത്. സ്ത്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് പണ്ട് കാലം മുതലേ കുറെ ദുഃഖങ്ങള് നമ്മൾക്ക് സഹിക്കാൻ വേണ്ടിയുള്ള ഒരു ഇതാണെന്ന് എനിക്ക് തോന്നുന്നത്. അതിനുള്ള കഴിവ് കർത്താവ് ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. പിന്നെ എല്ലാത്തിനും നമ്മള് നെഗറ്റീവായിട്ട് ഒരു പ്രായത്തിൽ ഇപ്പൊ ഈ ഗ്രൂപ്പിലുള്ള മിക്കവരും ഏകദേശം ഒരു ഏജൊക്കെ എനിക്ക് തോന്നുന്നത്. ഞാനാണ് ഏറ്റവും മുതിർന്നത്. അപ്പോ ഒരു പ്രായത്തിൽ നമുക്കത് ഉൾക്കൊള്ളാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. മഞ്ജു പറഞ്ഞത് ശരിയാണ്. ഈ ഒരു പ്രായത്തിൽ നമുക്കത് ഉൾക്കൊണ്ട് മുന്നോട്ട് പോകുക എന്ന് പറഞ്ഞത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷെ ആഫ്റ്റർ കുറെ നാള് കഴിയുമ്പോൾ നമ്മുടെ മക്കൾ നമ്മളെ മനസ്സിലാക്കുന്ന ഒരു കാലഘട്ടമുണ്ട്. ആ സമയത്താണ് നമ്മള് അതിന്റെ സുഖം അനുഭവിക്കാൻ പോകുന്നത്. ഇപ്പോഴ് നമ്മൾക്ക് കിട്ടിയിരിക്കുന്ന ഒരു അവസരം, ഇപ്പൊ നമുക്ക് ഇതൊരു പഠിക്കാണ്ട് ഒരു അവസരം കിട്ടുക എന്ന് പറഞ്ഞാൽ ഭയങ്കര വലിയ കാര്യമാണ്. കുറെ ദുഃഖങ്ങൾ നമുക്ക് ഇല്ലാതാക്കാനും മറക്കാനും ഒരു അവസരമാണ്. അപ്പൊ നമ്മള് ഇപ്പൊ നമ്മൾ എന്തായിരിക്കുന്നുവോ അതിനകത്ത് കൂടുതൽ ഇൻവോൾവ് ആകാം. പിന്നെ എല്ലാവരെയും നന്നാക്കാനോ എല്ലാവരുടെയും നമ്മുടെ ദുഃഖങ്ങൾ മറ്റുള്ളവർ പങ്കുവെക്കാനോ ആരും കേൾക്കാൻ നിൽക്കില്ല. എന്റെ അനുഭവം വെച്ച് മനസ്സിലാക്കി തരാം. നമ്മുടെ ദുഃഖങ്ങൾ കേൾക്കാൻ നമ്മുടെ ഭർത്താവോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടുകാർ, സ്വന്തം വീട്ടുകാർ പോലും ഒരു പരിധിവരെയും നമ്മൾ പറഞ്ഞു കഴിയുമ്പോ അവർക്ക് പിന്നെ അത് മുഷിപ്പാകും. നമുക്ക് മാത്രമേ നമ്മളെ മനസ്സിലാക്കാനും പറ്റുള്ളൂ. നമ്മളെ സ്നേഹിക്കുക, നമുക്ക് കിട്ടുന്ന ഓരോ അവസരങ്ങളും ഉപയോഗിക്കുക. ഇപ്പൊ പഠിക്കാൻ കിട്ടിയ അവസരം പരമാവധി അങ്ങോട്ട് ഉപയോഗിക്കുക. ഞാനതാണ് പറയുന്നത്. ഏറ്റവും നന്നായിട്ട് ഉപയോഗിക്കുക. ഞാനിപ്പോ ഭയങ്കര ഹാപ്പി ആയിട്ട് പോകാൻ കാരണം തന്നെ കുറെ കാലങ്ങളാണ്. ഞാനിപ്പോ ആർക്കൊക്കെ അറിയാൻ പാടില്ല അറിയില്ല, ഞാനിപ്പോ 55 നിൽക്കുകയാണ്. പക്ഷെ ഇപ്പോഴാണ് എനിക്ക് കൂടുതലായിട്ട് ഓരോ കാര്യത്തിൽ ഇറങ്ങി പുറപ്പെടാൻ പറ്റിയേക്കുന്നത്. എന്ന് പറഞ്ഞ പോലെ കുറെ കാലം കഴിയുമ്പോഴായിരിക്കും നമുക്ക് എല്ലാത്തിനും പറ്റുന്നത്. എങ്കിലും ഈ ഗ്രൂപ്പിലുള്ള ഇത്രയും പേർക്ക് പഠിക്കാനൊരു അവസരം കിട്ടിയത് ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് അതിനകത്ത് നന്നായിട്ട് ഇൻവോൾവ് ആകുക, നന്നായിട്ട് മുന്നോട്ട് പോകുക. ദൈവം നന്ദിന്റെ എല്ലാത്തിനും നന്ദി പറയുക. നമ്മൾക്ക് വേണ്ടി നമ്മൾ എൻഗേജ്ഡ് ആവാം, നമ്മൾ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ ചെയ്യാം. ഓക്കെ, ഏറ്റവും നല്ല കാര്യം നമുക്കത് ഇപ്പോ കുറച്ചുകൂടെ കഴിയുമ്പോൾ നമുക്കത് മനസ്സിലാവും. സത്യമായിട്ട് ഇപ്പൊ നമുക്ക് നല്ലൊരു സ്ട്രെങ്ത് തോന്നാറുണ്ട് മാം. ആദ്യം നമ്മൾ ഒറ്റയ്ക്ക് ടെൻഷൻ അടിച്ചിരുന്നെങ്കിൽ ഇപ്പൊ നമുക്ക് കൂട്ടിന് നല്ല സ്ട്രെങ്ത്തിന് കുറെ ഫ്രണ്ട്സ് ഉണ്ട് എന്നൊരു ബോധ്യം. നമുക്ക് ഒറ്റയ്ക്കല്ല, നമുക്ക് ഒരുമിച്ച് എവിടെയെങ്കിലുമൊക്കെ എത്തിപ്പെടാം, അങ്ങനെ ഫീൽ ചെയ്യാറുണ്ട് മാം. നമുക്കിപ്പോ ഒറ്റയ്ക്കാണ് അല്ലെങ്കിൽ ആ ഒരു ടെൻഷൻ പോയി, മൈൻഡ് നല്ല സ്ട്രെങ്ത് വെച്ചു. മോണ്ടിസോറി ക്ലാസ്സിൽ ജോയിൻ ചെയ്തതിന് ശേഷം ടെൻഷൻ ഫ്രീ ആയി. സത്യമായിട്ട് നമ്മൾ ഒറ്റയ്ക്ക് എല്ലാം ചെയ്യാൻ പഠിക്കണം കേട്ടോ. ഏറ്റവും നല്ല കാര്യമാണത്. ഒറ്റയ്ക്ക് എല്ലാം ചെയ്യണം. നമ്മൾ ആരില്ലെങ്കിലും നമുക്ക് ജീവിക്കാൻ പറ്റണം. അപ്പൊ എല്ലാ കാര്യങ്ങളും നമ്മൾ ഒറ്റയ്ക്ക് പഠിക്കുക, ഒറ്റയ്ക്ക് ഇരിക്കാൻ പഠിക്കുക. മനസ്സിലായോ? ആരെങ്കിലെങ്കിലും നമ്മൾ ഒറ്റപ്പെട്ടിരിക്കുന്ന ഒരു അവസ്ഥയില്ല, അതൊക്കെ നമ്മൾ എൻജോയ് ചെയ്യാം. ഓക്കെ, നമുക്ക് എന്തെങ്കിലും അങ്ങനെ ഒരു അവസ്ഥ വന്നാൽ നമ്മൾ സർവൈവ് ചെയ്ത് പോകും. അതുകൊണ്ട് എല്ലാം ഒറ്റയ്ക്കാണ്, വന്നതും പോകുന്നതും ഒറ്റയ്ക്കാണ്. അതിനിടയിൽ ഒരു കുറച്ച് കാലങ്ങളാണ് അതൊക്കെ ഉള്ളത് അല്ലെ. അതിനിടയിൽ പരിഭവങ്ങൾ, പിണക്കങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ വന്നിട്ടേക്ക്. സോ ഇത്രയും മാത്രം ചിന്തിക്കുക. ഫുൾ ടൈം വീട്ടിലിരിക്കുക, നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ അതൊക്കെ ചെയ്യുക. നമ്മുടെ സന്തോഷം മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്താകരുത്. മനസ്സിലായോ? നമ്മൾ ഒറ്റയ്ക്കാണെങ്കിൽ നമ്മൾ സന്തോഷിക്കാൻ പഠിക്കണം. അപ്പൊ അതിനെന്തൊക്കെയാ ചെയ്യുന്നത് ആലോചിക്കും. നമ്മുടെ കൂടെ ആരും കാണില്ല എന്ന് അറിയാൻ പറ്റില്ല. നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം. അല്ലാതെ മഞ്ജു ഇങ്ങനെ നെഗറ്റീവ് പറഞ്ഞ അല്ലെങ്കിൽ വിഷമിച്ചിരിക്കേണ്ട കാര്യമില്ല. ഇഷ്ടമുള്ള കാര്യം എന്താണോ അത് ചെയ്ത് മുന്നോട്ട് പോകും. ഇപ്പൊ യോഗ ചെയ്യാൻ ഇഷ്ടമാണ്. ഇപ്പൊ ആ ക്ലാസ്സിൽ പോയപ്പോ കുറെ ഫ്രണ്ട്സിനെ ഒക്കെ കിട്ടില്ല. അപ്പൊ അങ്ങനെ കുറെ ടൈം എൻഗേജ്ഡ് ആയി. ഇപ്പൊ മോണ്ടിസോറി ക്ലാസ് അങ്ങനെ ഇഷ്ടമുള്ള കാര്യങ്ങൾ, ഇപ്പൊ മക്കള് വലുതായതുകൊണ്ട് കുറെ കൂടെ ഒക്കെ ഫ്രീ ആയിട്ടിരിക്കുമല്ലേ. അപ്പൊ ഇഷ്ടമുള്ള കാര്യം എന്താണോ അത് ഇഷ്ടത്തിനങ്ങ് ചെയ്യുക. ഇപ്പൊ ഞാൻ ഇവിടെ ഹസ്ബൻഡുമായിട്ട് വന്നിട്ട് ഇവിടെ ഈ റൂമിൽ അടങ്ങിയിരുന്നിട്ട് എനിക്ക് ഭ്രാന്ത് പിടിച്ചിട്ട് പാടില്ലായിരുന്നു. അപ്പൊ ഞാൻ എൻ്റെ ഇഷ്ടം എന്തൊക്കെയാണ്, ഇതിൽ നിന്ന് ഓവർകം ചെയ്യാൻ എന്താ പറ്റുക എന്ന് ചിന്തിച്ചിട്ട് ഓരോരോ കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങിയപ്പോ ഞാനിപ്പോ എന്റെ സന്തോഷങ്ങളൊക്കെ കണ്ടു. പക്ഷെ ഹസ്ബൻഡ് സന്തോഷം തരുന്നില്ല അങ്ങനല്ല, ചുമ്മാ ഇങ്ങനെ ഇരിക്കുമ്പോ ബോറിംഗ് അല്ലേ.
അപ്പോൾ ഇങ്ങനെ ചുമ്മാ ടൈം വേസ്റ്റ് ചെയ്യുന്ന എന്തിനാന്ന് ഓർത്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാൻ നോക്കുക. എപ്പോഴും നെഗറ്റീവ് ചിന്തിച്ചുകൊണ്ട് നമ്മുടെ മൈൻഡ് അപ്പടി ഡെസ്പായി നമ്മൾ നെഗറ്റീവിലേക്കേ പോകും. ആ സമയം ഈ നെഗറ്റീവ് ഒക്കെ മാറ്റി മഞ്ജുന് ഇപ്പോൾ പുറത്തിറങ്ങാൻ പറ്റുന്നുണ്ട്, കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അതില്ലാത്ത ആൾക്കാരെ കുറിച്ച് ചിന്തിച്ചിട്ടില്ലേ? വീടിന് വെളിയിൽ പോലും ഇറങ്ങാൻ പറ്റാത്ത ആൾക്കാർ. ആ സമയം ഇപ്പം എല്ലാം ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ എന്ന് ഓർത്ത് സന്തോഷിക്കുകയല്ലേ വേണ്ടത്. ഫാമിലി നോക്കുക. അല്ലെ, അവര് അത്രയും നേരം അവരുടേതായ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടല്ലേ, വാക്കിങ്ങിനായാലും അതൊക്കെ ടെൻഷൻ ഉണ്ടാകാം. അപ്പൊ വീട്ടിലേക്ക് വരുന്ന സമയം നമ്മൾ പരാതി പരിഭവങ്ങളും പറയണം, വേണ്ടെന്ന് ഞാൻ പറയുന്നില്ല, നമുക്ക് ആരും ഇല്ല പറയാനായിട്ട്. പക്ഷെ ആ സമയം നമ്മൾ കുറച്ചുകൂടെ എന്താണ് അവരെ സന്തോഷിക്കുക, അല്ലെ, അവര് സന്തോഷിക്കുന്ന കൂടുതൽ നമ്മളും ഹാപ്പി ആവും. അപ്പൊ എന്താണ് അണ്ടർസ്റ്റാൻഡിങ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണല്ലോ. അപ്പൊ നമ്മൾ ആ ഒരു പർട്ടിക്കുലർ ടൈമിലോ അവരില്ലാത്ത ടൈമില്ലേ, ആ ടൈമിൽ നമ്മൾ ബോറടിച്ചിരിക്കുകയല്ലേ എന്ന് ആലോചിക്കുക, നമുക്ക് ആരുമില്ല. അപ്പൊ നമ്മൾ നമ്മൾക്ക് വേണ്ടി ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പൊ നമ്മൾ സന്തോഷമായിട്ടിരിക്കും. ഇത് നമ്മൾ ഒറ്റയ്ക്കിരിക്കുന്നു, വേറെ എന്തൊക്കെയോ ചിന്തിക്കുന്നു. അപ്പൊ ഹസ്ബൻഡ് വരുമ്പോ നമ്മൾ ദേഷ്യപ്പെടുന്നു അല്ലെങ്കിൽ പറയും. ആ സമയം നമ്മള് സന്തോഷിച്ചിരിക്കുന്ന ആണെങ്കിലോ നമ്മള് ഇപ്പൊ ഞാൻ ക്ലാസ് എടുക്കുന്നു, എന്റെ ബോർഡ് ശരിയില്ലെങ്കിൽ നിങ്ങൾ എന്ത് വിചാരിക്കും? നിങ്ങൾ ശരിക്കും എഫക്ട് ചെയ്യില്ലേ ക്ലാസ്സില്? ആലോചിച്ച് നോക്കിയേ നിങ്ങള്. ഞങ്ങൾക്ക് ബോറടി. ഇത്രയും നാൾ തന്നെ കണ്ടോണ്ടിരിക്കുകയാണ്. സോ എന്റെ ഓരോ കുറച്ചെങ്കിലും സൗണ്ട് മാറിയാലോ അല്ലെങ്കിൽ ക്ലാസ്സിലേക്ക് രീതികൾ മാറിയാലോ അപ്പൊ തന്നെ മനസ്സിലാകാതെ അല്ലെ, അത്രയേ ഉള്ളൂ. അത് നിങ്ങളെയും കൂടെ എഫക്ട് ചെയ്യും, ഇത്രയും സ്റ്റുഡൻസിനെ എഫക്ട് ചെയ്യും. അതുപോലെ തന്നെയാണ് നമ്മുടെ ഓപ്പോസിറ്റ് നമുക്ക് നമ്മുടെ എന്താണോ നമ്മുടെ എക്സ്പീരിയൻസ് എന്താണോ അത് എഫക്ട് ചെയ്യുന്നത്, അപ്പൊ അത് അവർക്കും കിട്ടും. ഓക്കെ, മുല്ലപ്പൂമ്പ് എഴുതി കിടക്കും കല്യാണം കൊണ്ട് സൗകര്യം, അത് വെറുതെ പറയുന്നതല്ല, സത്യമാണ്. നമുക്ക് സന്തോഷമാണ്, ഹാപ്പി ആയിരിക്കും. മനസ്സിലായോ? അപ്പൊ നമ്മൾ സന്തോഷിക്കുക, അപ്പൊ അവരെ സന്തോഷിക്കണം, നമ്മൾ സന്തോഷിക്കും. ചെയ്യാൻ ഇഷ്ടമുള്ള കാര്യങ്ങൾ മഞ്ജു ചെയ്യണം. മഞ്ജു എന്നല്ല, നമ്മളെല്ലാരും ചെയ്യണം. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം സിനിമ കാണുക എന്ന് പറഞ്ഞു. ഞാൻ എല്ലാ സിനിമ ഇറങ്ങുന്നത് തന്നെ പോയി കാണും. ഞാൻ തന്നെ സെൽഫ് ഡ്രൈവ് ചെയ്ത് ഇവിടുന്ന് പോകും, ഫിലിം കാണും. ഇന്നലെ തന്നെ കാന്താര ഇന്നലെ റിലീസായി. ഞാനൊരു 11:30-ക്കായിരുന്നു ഷോ. ഇവിടുന്ന് ഒരു 11:15 ഫുഡെല്ലാം കഴിഞ്ഞ് ഹസ്ബൻഡിന്റെ അടുത്ത് കൊച്ചിനെ ഏൽപ്പിച്ചിട്ട് ഞാൻ ഇവിടുന്ന് ഡ്രൈവ് ചെയ്ത് പോയി ഫിലിം കണ്ട് 2:30 തിരിച്ചു വന്നു. ഉള്ളൂ, ഇത് രസമായിരിക്കും. നമുക്ക് വേണ്ടി കിട്ടുന്ന കുറച്ച് സമയങ്ങളാണ്. അറിഞ്ഞുകൊണ്ട് ഹേർട്ട് ചെയ്യരുത്, അറിഞ്ഞോ അറിയാതെ ഹേർട്ട് ചെയ്യാതിരിക്കാൻ ഏറ്റവും നല്ലൊരു കാര്യം. അതിൽ നമുക്ക് സന്തോഷം ഉണ്ടാവും. പിന്നെ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യാം. കുറെ നിങ്ങളെ തന്നെ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കും, സ്വയം ചിന്തിക്കൂ. കുറെ കാര്യങ്ങൾ നമുക്ക് നമ്മളിൽ തന്നെ ഉണ്ട്, ഒരുപാട് കുറ്റങ്ങളും കുറവുകളും. അതെല്ലാം മറച്ചു വെച്ചിട്ടാണ് നമ്മൾ മറ്റുള്ളവരെയും കുറ്റം പറയുന്നത്. മനസ്സിലായോ? അപ്പൊ നമ്മളെ സ്നേഹിക്കുക, നമ്മുടെ പ്രശ്നങ്ങൾ കാണുക. മൂവി എങ്ങനെയുണ്ടെന്ന് പ്രൊമോഷനോ? ഓക്കെ, മൂവി നല്ല മൂവിയാന്ന് പറയുന്നത്, എനിക്ക് കാണാൻ പോണം, ഞാൻ വെയിറ്റിംഗ് ആണ്. ഓക്കെ, ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് മാം ഏത് സിനിമ എന്ത് റിലീസാവുന്ന റിലീസിന്റെ അന്ന് നൈറ്റ് ഞാൻ പോയി ഫിലിം കാണും. എനിക്ക് ഭയങ്കര ഇഷ്ടം ഫിലിം, അത് തിയേറ്ററിൽ പോയി കാണുന്നത് ഇഷ്ടം കേട്ടോ. അപ്പൊ എന്റെ ഹസ്ബൻഡ് അതിന് സപ്പോർട്ട് ആയതുകൊണ്ടും കൂടാണ്, ഇല്ലെങ്കിൽ പറ്റത്തില്ല. ഞാൻ സിനിമ കാണുന്നതും ഹസ്ബൻഡ് ഭയങ്കര ഇഷ്ടം. ഹസ്ബൻഡ് ഞങ്ങൾ രണ്ടുപേരും പോകുന്നത് ഭയങ്കര ഇഷ്ടമുള്ള കാര്യം. പക്ഷെ ഞങ്ങൾക്ക് ഒരുമിച്ച് പോകാൻ പറ്റില്ല, കുഞ്ഞിരിക്കത്തില്ല. ഒരു ദിവസം അവളെ കൊണ്ടുപോയിട്ട് അവള് ഭയങ്കര കരച്ചിലായിരുന്നു. അപ്പൊ ഞങ്ങൾ രണ്ടുപേരും ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഭയങ്കര സങ്കടം. സ്പ്ലിറ്റ് ആയിട്ടാണ് പോകുന്നത്. ഇറങ്ങുന്ന ഞാൻ പോവും, അടുത്ത ദിവസം ഹസ്ബൻഡ് പോവും. ഇന്നലെ ഞാൻ പോയി, ഇന്നിപ്പോ ഹസ്ബൻഡ് പോവും. അങ്ങനെ ഞങ്ങൾ തമ്മിൽ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിലാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. അണ്ടർസ്റ്റാൻഡിങ് ആണ് ലൈഫിൽ വേണ്ടത്. അത് വേണം. അണ്ടർസ്റ്റാൻഡിങ് ആ വേണ്ടത്, അല്ലാണ്ട് ഒന്നും പണ്ട് കാര്യമില്ല. മനസ്സിലാക്കാം. കാരണം നമ്മളെപ്പോലെ തന്നെയാണ് നമ്മുടെ പോസ്റ്റ് നിൽക്കുന്ന ഒരാള് അല്ലെ, നമുക്കറിയാം, നമുക്കുള്ള എല്ലാ ഫീലിങ്സും പുള്ളിക്കുണ്ടാവും അല്ലെ. മോഹൻലാലിന്റെ ഭയങ്കര ഫാൻ. അപ്പൊ തുടരും ഇറങ്ങിയ സമയത്ത് എന്നോട് പറഞ്ഞി ഞാൻ ഫസ്റ്റ് ഡേ പോകും. ഞാൻ പറഞ്ഞാ പോയിക്കോ. അപ്പൊ ബാക്കിയുള്ള സിനിമകൾ എന്തായാലും മോഹൻലാലിന്റെ ഫിലിമിന് ഫസ്റ്റ് ഡേ പോകണമെന്ന് ഭയങ്കര, ഞാൻ പറഞ്ഞാൽ പോയിക്കോളാം. ബാക്കിയുള്ളതെല്ലാം ഫസ്റ്റ് ഡേ ഞാൻ പോകും. അപ്പൊ നമ്മുടെ ആവശ്യങ്ങൾ അംഗീകരിക്കുമ്പോ അവരുടെ ആവശ്യങ്ങൾ നമ്മൾ അങ്ങ് അംഗീകരിച്ചു കൊടുക്കുക, അത്രേ ഉള്ളൂ. നമ്മള് മനസ്സിലാക്കുമ്പോ നമ്മളെ തിരിച്ചൊരു ദിവസം മനസ്സിലാക്കും. മാം പറഞ്ഞില്ലേ നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന മാം പറഞ്ഞില്ലേ നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കോ നമ്മളെ ചിന്തിക്കുന്ന പോലെ തന്നെ ഫീലിങ്സ് ഉണ്ടാകുന്നു.
പക്ഷെ എന്റെ ഹസ്ബൻഡിന് അങ്ങനെയുള്ള ഒരു ഫീലിങ്സേ ഇല്ല. കാരണം നമ്മൾ അങ്ങനെ തിരക്കുന്നതാണ് പുള്ളിക്ക് ഏറ്റവും ഭയങ്കര ബുദ്ധിമുട്ട്. അതായത് പുള്ളിക്കാരൻ ഗൾഫിലാണ് വർക്ക് ചെയ്യുന്നത്. ഇപ്പൊ നമ്മൾ ഇവിടെ പകല് ചുമ്മാതിരിക്കുന്നത്, നമ്മളെ തിരക്കുവാട്ടെ ഒരു കാര്യങ്ങളും ചെയ്യത്തില്ല. പിന്നെ ഇപ്പൊ വീട് പണി നടക്കുന്നതുകൊണ്ട് ഇടയ്ക്ക് വീട്ടില് അവിടെ പണിയുടെ കാര്യങ്ങളൊക്കെ നമ്മളോട് വിളിച്ച് തിരക്കും എടുക്കുകയും ചെയ്യും. പക്ഷെ നമ്മൾ വെറുതെ ഇരിക്കുന്നു. അപ്പം എന്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ ഇപ്പൊ രാവിലെ പുള്ളി ജോലിക്ക് പോവാണെങ്കിൽ ചേട്ടാ ജോലിക്ക് പോയോ, അത് തിരക്കരുത്. പിന്നെ ഉച്ചയ്ക്ക് വല്ലതും കഴിച്ചോ, ഇത് തിരക്കരുത്. വൈകിട്ട് വന്നോ, ഇതൊന്നും തിരക്കാതെ പുള്ളിയെ ഫ്രീ ആയിട്ട് വിടുന്നതാണ് പുള്ളിയുടെ. അപ്പൊ ഞാൻ ചോദിക്കും, എന്താണ് താങ്കൾ ഇങ്ങനെ ആയി പോയത്? എല്ലാവർക്കും ഇപ്പൊ നമുക്കിപ്പോ എന്റെ ഒരു വിഷമം എന്ന് പറഞ്ഞാൽ എന്നെ ആരും തിരക്കാനില്ല, ഞാൻ എവിടെയെങ്കിലും പോയാൽ എന്നെ അന്വേഷിക്കാനില്ല, അങ്ങനെ ഒരു കാര്യമാണ് പുള്ളിക്ക്. അപ്പൊ എനിക്ക് എന്തോരം വിഷമമുണ്ട്. അപ്പൊ ഞാൻ ആലോചിക്കും, ഈ പുള്ളിക്കാരൻ അവിടെ ഒറ്റയ്ക്ക് ജീവിക്കുന്നു, രാവിലെ ജോലിക്ക് പോകുന്നു, ഉച്ചയ്ക്ക് വൈകിട്ട് വരുന്നു, കിടക്കുന്നു. അപ്പൊ ഇതിന്റെ ഇടയ്ക്ക് നമ്മൾ ഒരാൾ തിരക്കാനുണ്ടെങ്കിൽ നമുക്ക് അതൊരു സന്തോഷമല്ലേ. ഇത് നമ്മൾ തിരക്കുമ്പോ ഞാൻ ചേട്ടാ എവിടാ ഇപ്പം, അല്ലെങ്കിൽ എന്തോ എടുക്കുക എന്ന് ചോദിക്കുമ്പോൾ പറയും, താണ്ട് എന്റെ റൂട്ട് മാപ്പ് തെറ്റി, ഗൂഗിൾ മാപ്പ് തെറ്റി, എന്നെ എന്നെ ഇങ്ങോട്ട് എന്തിനാ വിളിക്കുന്നത്, എന്റെ കാര്യങ്ങൾ എന്തിനാ അന്വേഷിക്കുന്നത്. പിന്നെ നമ്മൾ എന്താണ്, ഞാൻ പിന്നെ ആരാന്നുള്ളത് ഞാൻ തന്നെ ചോദിക്കും. നാട്ടിൽ വന്നാലും ഇത് തന്നെ റീന അങ്ങനെ കൊണ്ടുപോകത്തുമില്ല. പറയരുത്. ഞാൻ പറയാം റീന, അങ്ങനെ പറയരുത്. കാരണം ഉണ്ടല്ലോ, ഇവിടെ ഞാൻ കണ്ട അനുഭവം വെച്ചിട്ട് ഞാൻ പറയാണ്, ഒത്തിരി പേര് എല്ലാവരും പറയും ഹസ്ബൻഡ് ഗൾഫിലാണ്, ഹസ്ബൻഡ് ഇന്ന ജോലി ചെയ്യുന്നു. പക്ഷെ അവർക്ക് ഒരുപാട് വർക്ക് പ്രഷർ ഉണ്ട്. നമ്മുടെ നാട്ടിലെ കണക്കല്ല, ഇവിടെ ഭയങ്കര വർക്ക് പ്രഷറും ഉണ്ട്. അതുപോലെ ടൈമിങ്ങും ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ അവര് പോകുന്ന സ്ട്രെസ് എന്ന് പറഞ്ഞാൽ ഭയങ്കരമാണ്. ഞാൻ നാട്ടിൽ നിന്നപ്പോൾ എൻ്റെ ഹസ്ബൻഡ് എന്നെ വിളിക്കാത്തപ്പോൾ ഞാൻ ചോദിക്കുമായിരുന്നു, എന്താ എന്നെ വിളിക്കാത്തത് എന്ന് ചോദിക്കുമായിരുന്നു. ഇവിടെ ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ കൂടെ വന്നു കഴിഞ്ഞപ്പം പുള്ളിക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങളും, കാരണം ഒരുപാട് ജോലി തിരക്കുകളാണ്. എപ്പോഴാണ് എന്താണ് ജോലി, എന്താണ് പ്രശ്നങ്ങളെന്ന് പറയാൻ പറ്റത്തില്ല. ഓരോന്നും ഇങ്ങനെ ഫേസ് ചെയ്യുക. അവർക്ക് കഴിക്കാൻ പോകുന്നത്, ഞാൻ രാവിലെ ഇവിടുന്ന് 6:45 കൊടുത്തു വിടുന്ന ഫുഡാണ് പുള്ളി കഴിക്കുന്നത് 1:30 രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പൊ ഞാൻ പറയും, ഞാൻ കഷ്ടപ്പെട്ട് 5 മണിക്ക് എണീറ്റ് ഉണ്ടാക്കിയതല്ലേ എന്ന് ചോദിക്കുമ്പോൾ പറയും, അത് കഴിക്കാൻ ഞാൻ 1:30 വരെ കഴിക്കാതെ ഞാൻ വെയിറ്റ് ചെയ്ത് 1:30 വരെ ഞാൻ അനുഭവിച്ച പ്രഷർ നിനക്ക് അറിയത്തില്ലല്ലോ എന്ന് എന്നോട് ചോദിക്കും. അപ്പൊ അവരുടെ സൈഡും കൂടെ ഒന്ന് ആലോചിക്കണം. ഹസ്ബൻഡ് ഏത് അവസ്ഥയിലാണ് അവിടെ നിന്ന് അറിയിച്ചത്. അപ്പൊ നല്ല ജോലിയായിരിക്കാം, പക്ഷെ കറക്റ്റ് ടൈമിന് കഴിക്കാൻ പറ്റത്തില്ല, ഉറങ്ങാൻ പറ്റത്തില്ല, പ്രഷർ അതുപോലെ ആയിരിക്കും. ഒരുപാട് സാലറിയും കാണും, പക്ഷെ അവരനുഭവിക്കുന്ന പ്രഷർ ഭയങ്കരമായി. ആയിക്കോട്ടെ, അവരെന്തേലും ആയിക്കോട്ടെ. പക്ഷെ നാട്ടിൽ വന്നാൽ എന്താണ് അവരുടെ പ്രശ്നം? അവര് നാട്ടിൽ വരുമ്പം നമ്മൾ കുടുംബത്തോടൊപ്പം സന്തോഷിക്കണമെന്നുള്ള കാര്യങ്ങളാണല്ലോ ഇത്. പക്ഷെ നാട്ടിൽ വന്നാലും അങ്ങനെയുള്ള കാര്യമില്ല. പുള്ളി പറയുന്നത്, ഞാൻ നാട്ടിൽ വന്നു കഴിയുമ്പം ഇച്ചിരി ഫ്രീ ആകുന്നതാണ്, അപ്പൊ എന്റെ കൂട്ടുകാരുടെ കൂടെ പോകണമെന്ന്. അപ്പൊ പിന്നെ നമ്മളാരാ, ഫാമിലി ആരാ, നമ്മള് ഭാര്യ ആരാ, മക്കളാരാ? ഇപ്പൊ മക്കളെയും കൊണ്ട് പുറത്തു പോകാൻ നമുക്ക് 365 ദിവസം അല്ലെങ്കിൽ ഈ 2 വർഷം കൂടുമ്പോഴായിരിക്കും പുള്ളി നാട്ടിൽ വരുന്നത്. അപ്പൊ നമ്മുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച്, നമുക്ക് ജീവിതത്തിൽ എന്ത് സന്തോഷമാ ഇതിൽ നിന്ന് കിട്ടുന്നത്? അതാ ഞാൻ പറയുന്നത്, പുള്ളിക്കാരൻ അവിടെ വർക്കിന്റെ പ്രശ്നങ്ങളോ എന്ത് കാര്യങ്ങളും ഉണ്ടായിക്കോളും. പക്ഷെ അതിന്റെ ഇടയ്ക്കാണെങ്കിൽ പോലും ഒരു ഞായറാഴ്ച കിട്ടിയത്, ഞായറാഴ്ച പുള്ളി ഫ്രീ ആണ്. ഞായറാഴ്ച ഞങ്ങളെ വിളിക്കാറില്ല. അപ്പൊ നമ്മൾ അങ്ങോട്ട് മെസ്സേജ് ഇട്ടാൽ പോലും പറയാം, സൗണ്ട് പോലും കേട്ടാൽ ചിലപ്പോൾ റൂമിൽ ഇരിക്കുന്നവർ കിടന്ന് ഉറങ്ങുന്നവരായിരിക്കും. അത് തന്നെ അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കും. അതുകൊണ്ട് ഞായറാഴ്ച പിന്നെ അനങ്ങ് പോലും ഇല്ല. മറ്റൊരു ജോലിക്ക് പോകുമ്പോൾ ഇടയ്ക്കെങ്കിലും എന്തെങ്കിലും ഒരു ഈ വീട്ടുപണിയുടെ കാര്യമെങ്കിലും വിളിച്ച് പുള്ളി തിരക്കും. ഇത് പക്ഷെ അങ്ങനെ പോലും ഞായറാഴ്ച പിന്നെ പുള്ളി ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് പോലും അറിയത്തില്ല. അങ്ങനെയുണ്ട് സിറ്റുവേഷൻ. അല്ലാതെ പുള്ളിക്കാരനെ ഒരു ദിവസം ലീവ് മനസ്സിലാക്കിയോണ്ടല്ല. കിട്ടുമ്പോൾ അവര് മാക്സിമം റെസ്റ്റ് എടുക്കാനേ നോക്കത്തുള്ളൂ. ഇപ്പൊ ഫ്രൈഡേ ആണ് ഇവിടെ ലീവ്. എന്റെ ഹസ്ബൻഡ് എന്നോട് പറയും, ഞാൻ കിടന്നുറങ്ങും, എന്നെ വിളിക്കാം. 10-12 മണി വരെ കിടന്നുറങ്ങും, ഞാൻ വിളിക്കാൻ പോവാറേ ഇല്ല. കാരണം അത്രയും ദിവസത്തെ ടെൻഷനും പ്രശ്നവും റിലാക്സ് ആയിട്ട് ഉറങ്ങുന്നുണ്ട്. രാവിലെ 5 മണിക്കൊക്കെ എണീക്കുന്നതല്ലേ. അപ്പൊ ആ ഒരു ദിവസമായിരിക്കും. ഒറ്റയ്ക്ക് താമസിക്കുന്നവരോട് അവർക്ക് കുക്ക് ചെയ്യണം, അതുപോലെ വാഷ് ചെയ്യണം, അങ്ങനെ പല പ്രശ്നങ്ങൾ കാണത്തില്ലേ. പിന്നെ റൂംമേറ്റ്സ് ഉണ്ട്, അപ്പൊ അവര് ടേൺ അനുസരിച്ചല്ല ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. അങ്ങനത്തെ പല പല കാര്യങ്ങൾ കാണും. നമ്മൾ കുറച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്യണം. അത് ശരിയാണ്. ഒരു പ്രാവശ്യമെങ്കിലും വിളിക്കണ്ടേ അയ്യോ, ഭാര്യ? ഒരു കാര്യം ചെയ്യും കേട്ടോ. ശരിയാണ്. നമുക്ക് മനസ്സിലായി പല പല ഇഷ്യൂസ് ഒക്കെ ഒരുപാട് കാര്യങ്ങൾ ഓപ്പണായിട്ടൊക്കെ സംസാരിക്കാൻ ഉണ്ട്. സോ നിങ്ങൾ ഇപ്പോ സംസാരിക്കുന്നില്ല, റീന ചിക്കുമോളൊക്കെ പറയുന്നുണ്ട്. സോ നിങ്ങൾ ഗ്രൂപ്പിലൊക്കെ ഒന്ന് ഡിസ്കസ് ചെയ്യൂ കേട്ടോ. അവിടെ ഒരു റിലാക്സേഷൻ കിട്ടുന്നുണ്ട് കേട്ടോ. ഇപ്പൊ ക്ലാസ്സിൽ ഇങ്ങനെ പറയുന്നത് കുറച്ചുള്ളൂ, പക്ഷെ ഒരുപാട് കാര്യങ്ങൾ ഗ്രൂപ്പിൽ പറയാൻ പറ്റും. സോ മാക്സിമം നിങ്ങൾ എല്ലാവരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും കോണ്ടാക്ട് ചെയ്യുക. ഓക്കെ, ഓപ്പണായിട്ട് പറയുമ്പോൾ നിങ്ങൾക്ക് തന്നെ ചിലപ്പോൾ മറ്റു ഓപ്പോസിറ്റ് ചെയ്യുന്ന ആൾക്കാർ അത് റിപ്ലൈ ചെയ്യുമ്പോൾ കുറേയൊക്കെ മാറ്റങ്ങൾ വരും. ഓക്കെ, നമുക്ക് തന്നെ ഒരു ആശ്വാസം ഉണ്ട്, നമ്മളെ കേൾക്കാനും കുറച്ച് പേര് എത്തണമെന്ന് തോന്നുമ്പോൾ. അതുകൊണ്ട് മാക്സിമം നിങ്ങളുടെ ഗ്രൂപ്പിലൊക്കെ സംസാരിക്കാം കേട്ടോ.
റീന ആൻഡ് മഞ്ജു, ഇതെല്ലാവരും സംസാരിക്കുക. ചിക്കുമോൾ എല്ലാവരും സംസാരിക്കുക, അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ പറഞ്ഞു കൊടുക്കുക ഓരോ കാര്യങ്ങള്. ഓക്കെ, എനിക്ക് ഇതിൽ ഓപ്പൺ ആയിട്ട് പറയുന്നതിനും ഒക്കെ ലിമിറ്റ്സ് ഉണ്ട്. എനിക്ക് ഒരുപാട് കാര്യമൊന്നും പറയാൻ പറ്റില്ല. കാരണം എനിക്കും പറയാൻ പറ്റും, എനിക്ക് നിങ്ങളോട് കുറെ കാര്യമൊക്കെ പറയാൻ ഉണ്ട്. പക്ഷെ നമുക്കറിയാലോ അത് ഓൺലൈൻ പ്ലാറ്റ്ഫോം ആണ്, സോ നമുക്ക് പറയാൻ പറ്റില്ല. ഓക്കെ, സോ നിങ്ങൾ ഗ്രൂപ്പിലൊക്കെ ഡിസ്കസ് ചെയ്യൂ കേട്ടോ, സംസാരിക്കൂ, അങ്ങോട്ടും ഇങ്ങോട്ടും ഓപ്പൺ ആയിട്ട് സംസാരിക്കും. ഓക്കെ, വൈൻഡ് അപ്പ് ചെയ്യാം, ടൈമായി. എനിക്ക് നെക്സ്റ്റ് ക്ലാസ് ഉണ്ട്, സൈൻ ഔട്ട് പറയൂ കേട്ടോ. ഓക്കെ മാം. ഇന്നത്തെ ക്ലാസ് എന്ന് പറഞ്ഞാൽ മോർ ദാൻ ഒരു ഇന്ററാക്റ്റീവ് സെഷനപ്പുറം നമ്മൾ ഒരുപാട് മോട്ടിവേറ്റഡ് ആയിട്ടുള്ള ഒരു ക്ലാസ്സാണ്. ആൻഡ് ഇറ്റ്സ് ട്രൂലി ഹെൽപ്പ് us ടു ബൂസ്റ്റ് അവർ സെൽഫ്. ഞാൻ എപ്പോഴും എന്നോട് പറയുന്ന കാര്യം, നമ്മൾ ഒരിക്കലും നെവർ ഡൗട്ട് യുവർ സെൽഫ്, അവർ സെൽഫ് എന്ന് പറയുന്ന എന്ന് വെച്ചാൽ നമ്മൾ വിശ്വസിച്ചില്ലേ വേറെ ആരും വിശ്വസിക്കാനാ, അതാണ് സംഭവം. സോ മാം, പ്ലീസ് കീപ് ഇൻസ്പയറിംഗ് us like this and see you in the next class. Thank you. Okay, so thank you all. Thank you, ma'am. ഗ്രൂപ്പിലൊന്ന് എന്റെ പേര് എടുത്തിരുന്നു പറയണേ. എന്താ വെച്ചാൽ മക്കളൊക്കെ കേട്ട പ്രശ്നവും